ആദരണീയ അധ്യക്ഷൻ ശ്രീ വാസുദേവൻ എൻ്റെ ഇന്നലെ മുമ്പ് ആതിഥേയനായിട്ടുള്ള പ്രിയങ്കരനായ ഫാദർ എൻ്റെ ജ്യേഷ്ഠ സുഹൃത്തായിട്ടുള്ള ശ്രീ പോൾമണി, വൈസ് ചാൻസലർ ബാബു സെബാസ്റ്റ്യൻ, എൻ്റെ സുഹൃത്തായ തോമസ് കുറുവ, എല്ലാവർക്കും ഒരു നമസ്കാരം. ഞാൻ ഈ പ്രഭാഷണത്തിന് അല്ലെങ്കിൽ സംസാരത്തിന് വരാൻ പോകുമ്പോൾ നോട്ടീസ് കണ്ടിട്ട് എൻ്റെ ഭാര്യ എന്നോടൊരു ചെറിയ ആവശ്യം പറയുന്നു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ 1994 റാങ്ക് മേടിച്ച ഒരു ചെറുപ്പക്കാരൻ ആ റാങ്ക് സർട്ടിഫിക്കറ്റ് വരെ വാങ്ങിച്ചിട്ടില്ല. ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഇരിക്കുന്നതിൽ അദ്ദേഹത്തോട് പറഞ്ഞു അന്ന് വാങ്ങണം എന്ന് പറഞ്ഞു. MA റാങ്ക് വാങ്ങിച്ച സർട്ടിഫിക്കറ്റ് വീട്ടിൽ കൊണ്ട് ചിലർക്ക് വലിയ കാര്യമില്ല എന്നറിയാവുന്നത് ഞാനത് വാങ്ങിച്ചിട്ടില്ല. ഇവിടെ വന്ന് ചോദിക്കാം എന്നൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഈ ചിപ്പൊക്കെ ഇംപ്ലാന്റ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് മാറ്റുന്ന കാര്യമൊക്കെ പറഞ്ഞ് എനിക്ക് പറയുന്നത് ചോദിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ചിപ്പിലൂടെ മനുഷ്യൻ വിജ്ഞാനിയാകുന്ന ഒരു ദുരന്തകാലം വരുന്നതിന് മുമ്പ് എന്നെ ഞങ്ങളുടെ എടുത്തോളം എൻ്റെ അടുത്തോളം അച്ഛന്മാരുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യും. മനുഷ്യൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച്, ആധുനിക കാലത്ത് മനുഷ്യൻ്റെ മുഖം എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പ്രഭാഷണ പരമ്പരയിലെ ആദ്യത്തെ സംസാരത്തിലാണ് ഞാൻ ക്ഷണിച്ചിട്ടുള്ളത്. ആദരണീയനായിട്ടുള്ള പൗലോസ് മാർ ഗ്രിഗോറിയോസ് എന്ന മഹാത്മാവിൻ്റെ പേരിൽ ഉള്ള ഒരു ചെയറിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഇത്തരം ഒരു സംസാരം ആദ്യമായിട്ട് നിർവഹിക്കുവാനുള്ള എൻ്റെ യോഗ്യതയെപ്പറ്റി, വിനയത്തിൻ്റെ കാര്യത്തിൽ അത്രയൊന്നും മതിക്കപ്പെടുന്ന ആളല്ല ഞാൻ, എങ്കിൽ തന്നെ വിനയത്തോടെ പറയട്ടെ. അദ്ദേഹം ഞങ്ങളുടെ ആലുവയ്ക്കടുത്ത് തൃപ്പൂണിത്തറക്കാരനായിരുന്നു എന്നുള്ളതാണ് ഒരു യോഗ്യത. അടുത്തടുത്ത പ്രദേശങ്ങളിലാണ് കുറേ കാലം മുമ്പ് ജീവിച്ച് 2-3 ദശാബ്ദങ്ങൾക്കപ്പുറം നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ അദ്ദേഹത്തിൻ്റെ ഒരു അയൽക്കാരനാണ് ഞാൻ എന്നുള്ളൊരു യോഗ്യതയാണ്. അദ്ദേഹം വൈദ്യവൃത്തിയിലേക്കും അങ്ങ് ദൂരെ എത്യോപ്യയിലെ എംപററുടെ ചക്രവർത്തിയുടെ ഉപദേശകൻ വൃത്തിയിലേക്കുമൊക്കെ പോകുന്നതിന് മുമ്പ്, ഡൽഹിയിലെ ആദ്യത്തെ മെത്രാപ്പൊലീത്ത ആവുന്നതിനൊക്കെ മുമ്പ് അദ്ദേഹം കുറേ കാലം പത്രപ്രവർത്തകനായി ജോലി ചെയ്തിരുന്നു എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ അധിക യോഗ്യത. ഞാനും പത്രപ്രവർത്തന വൃത്തി ചെയ്യുന്ന ഒരാൾ എന്നുള്ളത്. എങ്കിൽ പോലും സമീകരിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ അധിക തുങ്ക പദസ്ഥനായിട്ടുള്ള ഒരു മഹാത്മാവിൻ്റെ പേരിൽ ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കാൻ നിൽക്കുമ്പോൾ ഒട്ടും ചെറുതല്ലാത്ത ഒരു ഭയം, ഉത്കണ്ഠ എന്നെ വേട്ടയാടുന്നില്ല. അതിന് സമാധാനം കാലടി എന്ന് പറയുന്ന ഞങ്ങൾ തൊട്ടടുത്ത മറ്റൊരു ദേശത്ത് നിന്ന് ഒരാൾ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുകയും 10-38 വയസ്സിൽ മരിച്ചു പോവുകയും ചെയ്ത ഒരോർമ്മയാണ് കാലടിയിലെ ആദിശങ്കരൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അദ്ദേഹം എന്നേക്കാൾ 8 വയസ്സിനടുപ്പത്തിൽ മരിച്ചു പോയിരുന്നതുകൊണ്ട്, പ്രായഗണന കൊണ്ട്, ശരീരശാസ്ത്രപരമായ അദ്ദേഹത്തെ മുതിർന്ന ഒരാളാണ് ഞാൻ എന്നുള്ള ഒരു ബോധ്യം എനിക്ക്. അതുകൊണ്ട് മനുഷ്യനെക്കുറിച്ച് ഇതുവരെയുള്ള ജീവിതം കൊണ്ട് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് മലയാളി എന്ന മനുഷ്യനെക്കുറിച്ച് ചില ബോധ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാം എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. കേരളപ്പിറവി എന്ന് സാങ്കേതികമായിട്ട് നമ്മൾ പറയുന്ന 2-3 ചെറിയ പ്രദേശങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് കേരളത്തിനെ ഒരു സംസ്ഥാനമാക്കി രൂപപ്പെടുത്തിയതിൻ്റെ 60ാം പിറന്നാളാണ് വരുന്ന നവംബറിൽ നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. കേരളം എന്ന് പറയുന്ന സംസ്ഥാനം അതിൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കുക. മനുഷ്യന്
എങ്ങനെയാണ് ഷഷ്ടിപൂർത്തിയിലൊരു വൃദ്ധതാ സങ്കല്പം വന്നു ചേരുന്നത് അതുപോലൊരു സംസ്ഥാനത്തിന് വന്നു ചേരുമോ എന്നുള്ളത് എനിക്ക് കിട്ടുന്നില്ല. എങ്കിൽ തന്നെ മഹാന്മാരായിട്ടുള്ള കവികളെയും നവോത്ഥാന നായകന്മാരെയും ഒരു കാലത്ത് തലയെടുപ്പുള്ള വലിയ രാഷ്ട്രീയ നേതാക്കന്മാരെയും സൃഷ്ടിച്ച ഒരു പ്രദേശം എന്ന നിലയ്ക്ക്, രാജാവിനെ സൃഷ്ടിച്ച ഒരു പ്രദേശം എന്ന നിലയ്ക്ക്, സ്വാതി തിരുനാളിന് ജന്മം കൊടുത്ത ഒരു ദേശം എന്ന നിലയ്ക്ക് നമ്മുടെ കേരളത്തിന് അതിൻ്റേതായ ഒരു അന്തസ്സ് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുക. കേരള പിറവിക്ക് മുമ്പ് തന്നെ കേരളമുണ്ട് എന്നുള്ള സങ്കല്പത്തിൽ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന കേരളദേശം ഉണ്ട് എന്നുള്ള സങ്കല്പത്തിൽ കേരളത്തിന് 60 വയസ്സല്ല ഉള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സുദീർഘമായിട്ടുള്ള ചരിത്ര പാന്താവിൽ വെളിച്ചം വിതറിയ ആദ്യത്തെ മനുഷ്യൻ നേരത്തെ സൂചിപ്പിച്ച കാലടിയിലെ ആദി ശങ്കരനാണ്. അദ്ദേഹം ഒരു ദേശത്തെ, ഒരു പ്രദേശത്തെ വിഭജിതമായി കിടന്ന അവസ്ഥയിൽ നിന്ന് ഒന്നു ചേർക്കുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു ഫാൻറ്റസി, ഒരു കെട്ടുകഥ നിർമ്മിക്കുകയുണ്ടായി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ശൈവരും വൈഷ്ണവരുമായി വിഭജിച്ച് കിടന്ന ഒരു ദേശത്തിന് ഇവർ തമ്മിലുള്ള സംയോജനം മാത്രമേ, സംലയനം മാത്രമേ, ഒരു പ്രദേശത്തിൻ്റെ സർവതോന്മുഖമായ ഐക്യപ്പെടൽ മാത്രമേ കാമ്യമായിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹം. അയ്യപ്പൻ എന്ന് പറയുന്ന മിത്തിനെ സൃഷ്ടിച്ചതെന്ന് ചരിത്രകാരന്മാർ അതിൽ എതിർത്ത് പറയുന്നവരുണ്ട്. എങ്കിൽ തന്നെ നമുക്ക് ശരണം വിളികളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അനുഭവിക്കാവുന്ന ശൈവരെയും വൈഷ്ണവരെയും ചേർത്ത് നമുക്ക് ഒരു ശങ്കര നാരായണ സംലയനം വേണം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ശിവന് വിഷ്ണുവിൽ പെടുന്ന ഒരു പുത്രൻ എന്നുള്ളൊരു സങ്കല്പം അവതരിപ്പിച്ചതെന്ന് വിശ്വസിക്കുന്ന, അത് ചരിത്രപരമായി ശരിയാണെന്ന് സ്ഥാപിക്കുന്ന ചരിത്രകാരന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ അന്ന് ചേർന്ന ഒരു ചർച്ച പിന്നീട് അതിന് അയ്യപ്പന് വാവിലുമായിട്ടൊരു സൗഹൃദമുണ്ട് എന്ന് ഒരു അധികമായിട്ടുള്ള ഒരു കഥ ചേരുമ്പോൾ അതിൻ്റെ ഭംഗി, ആ കഥയുടെ അല്ലെങ്കിൽ ആ ഫാൻറ്റസിയുടെ ഭംഗി എത്ര കണ്ട് വലുതായി എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഒരു ദേശത്ത് ദൈവം ആയിട്ടുള്ള ഒരാളുടെ സുഹൃത്ത്, ചങ്ങാതിയായിട്ട് ഒരു ഇതര മതസ്ഥനുണ്ട് എന്നുള്ള സങ്കല്പം, അത് കെട്ടുകഥയായാലും യഥാർത്ഥ സംഭവമായാലും അതിൻ്റെ ഭംഗി, അതിൻ്റെ സൗന്ദര്യം അതിമഹത്താണ് എന്ന് കരുതുന്ന ഒരാളാണ്. അതുകൊണ്ട് അത് സൃഷ്ടിച്ച, അങ്ങനെയുള്ള സങ്കല്പങ്ങളെ സൃഷ്ടിച്ച ആ കവികൾക്ക്, ആ പ്രതിഭാധനന്മാർക്ക് എൻ്റെ ഒരു നമസ്കാരം അർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം കേരളത്തിൻ്റെ നെടുങ്കൻ ചരിത്ര പദത്തിൽ അതിനേക്കാളൊക്കെ ഒരു പക്ഷേ ഞാൻ കരുതുന്നത് പ്രകാശം പരത്തിയ മറ്റൊരു ശ്രീനാരായണ ഗുരു ആയിരുന്നു. കേരളപ്പിറവി എന്ന് പറയുന്ന സാങ്കേതികാർത്ഥത്തിലുള്ള ഈ സംസ്ഥാന പിറവി കാണാൻ ഭാഗ്യം എന്ന് പറയുന്നത് ശരിയാണെന്നറിയില്ല. അതിന് കാത്തു നിൽക്കാതെ 1928 അന്തരിച്ച, ഭൂമി വിട്ട ശ്രീനാരായണൻ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ നമ്മുടെ ഈ ദേശത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നെ ഒരു മലയാളിയായി ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ എൻ്റെ മനുഷ്യരാമുഖം എന്നുള്ള നോവൽ ഞാൻ സാധാരണമായി ചിലപ്പോൾ എൻ്റെ പുസ്തകത്തെ പറ്റി പരാമർശിക്കുന്നതിന് ക്ഷണിക്കുക, കാരണം എനിക്ക് അതിനെപ്പറ്റി കുറച്ച് അറിയാമെന്നുള്ളതുകൊണ്ട് എളുപ്പത്തിൽ പറയുക. മനുഷ്യനാമുഖം എന്ന് പറയുന്ന നോവലിലെ ഒരു ഭാഗത്തിൻ്റെ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന പുരുഷാർത്ഥ സങ്കല്പത്തിൽ അധിഷ്ഠിതമായി തിരിച്ചിട്ടുള്ള മനുഷ്യനാമുഖം എന്ന നോവലിലെ 4 ഭാഗങ്ങളിൽ 1-ാം ഖണ്ഡമായിട്ടുള്ള ധർമ്മത്തിൻ്റെ ഒരു പ്രതിനിധാന പുരുഷനായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരുവിനെ. നാരായണ ഗുരുവിനെ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ഒരു വലിയ വെളിച്ചം ആയി ആ നോവലിൽ അവതരിപ്പിച്ചതിന് ശേഷം എൻ്റെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് എനിക്ക് വന്ന കോളുകൾ, ഫോൺ കോളുകളിലും കത്തിലും മലയാളികളിൽ ഏറെ പേരും ആദ്യം ആരായുന്നത് ഞാൻ ഈഴവനാണ് എന്നുള്ളത്. കാരണം നാരായണ ഗുരുവിനെ ഒരു നോവലിൽ പ്രധാന വെളിച്ചമായി അവതരിപ്പിക്കണമെങ്കിൽ വെള്ളാപ്പള്ളിയുടെ എന്തോ പറ്റുന്ന ഒരാളായിരിക്കണം എന്നുള്ളൊരു തോന്നൽ നമ്മുടെ പാവപ്പെട്ട മലയാളികൾക്ക് എങ്ങനെയോ വന്നുപോയി. അത് പിന്നീട് ഞാനതല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കേരള ശബ്ദം എന്ന് പറയുന്ന മാസികയുടെ കവറായിട്ട് ഒരു വലിയ വിവാദം അവർ അച്ചടിക്കേണ്ടായി. അതായത്
ശ്രീനാരായണ ഗുരുവിനെ അപമാനിച്ച ഒരാൾക്ക് ഈഴവനായിട്ടുള്ള പെരുമ്പടവൻ ശ്രീധരൻ അധ്യക്ഷനായിരിക്കുന്ന അക്കാദമി അവാർഡ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇത് ഒരു തമാശ എന്നുള്ള നിലയ്ക്ക് മാത്രം തള്ളി വേണ്ടെന്നല്ല എന്ന് ഞാൻ കഴിയുന്നത്. ഒരു മാധ്യമം, ഒരു പത്ര പ്രസിദ്ധീകരണം അതൊരു ചർച്ചയായിട്ട് എടുത്തിട്ടതാണ്. അപ്പോൾ അത് നമ്മുടെ സമൂഹം ലോകത്തിനെ, മനുഷ്യനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള ഒരു പ്രധാന പ്രശ്നമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. മുഖം, മനുഷ്യൻ്റെ മുഖം എന്ന് പറയുന്ന നേരത്തെ അദ്ദേഹത്തിനായ VC ചില ഓപ്പറേഷനുകളെ പറ്റി പറഞ്ഞു. അതിപ്പോൾ അടുത്ത വർഷം ഒരാൾ അനുമതി നേടിയിരിക്കുന്നത് തൻ്റെ ശിരസ് മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട്, മുഖം മാറ്റിവെച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ അനുമതി നേടിക്കഴിഞ്ഞത്. അതായത് മസ്തിഷ്ക മരണം സംഭവിച്ച ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള ഒരാളുടെ ശരീരം സ്വീകരിക്കാൻ വേണ്ടി തളർവാദം പിടിപെട്ട് കഴുത്തിന് താഴേക്ക് ഒരംഗത്തിനും ചലനമില്ലാത്ത ഒരു മനുഷ്യൻ അതിന് എഴുതി സമ്മതപത്രം എഴുതി കൊടുത്തിരിക്കും. അപ്പം ഞങ്ങളുടെ പത്രത്തിൽ അത് വാർത്തയായിട്ട് കൊടുത്തപ്പോൾ അവിടെ വന്നൊരു വലിയ ചർച്ച, അത് തലമാറുന്ന ശസ്ത്രക്രിയ എന്നാണോ കൊടുക്കേണ്ടത്, ഈ ഉടലുമാറുന്ന ശസ്ത്രക്രിയയാണോ എന്നുള്ളത്. സാങ്കേതികമായിട്ട് തലയുടെ ഉടമസ്ഥനാണ്, മുഖത്തിൻ്റെ ഉടമസ്ഥനാണ് വ്യക്തി എന്നുള്ളതുകൊണ്ട് ഇയാൾ ഈ ശരീരം സ്വീകരിക്കുമ്പോൾ അത് എന്താണ്, ആ ശസ്ത്രക്രിയയുടെ പേരെന്താണ്, ഉടൽമാറ്റ ശസ്ത്രക്രിയ എന്നല്ലേ പറയും, ശരിയാകും. ഇതിങ്ങനെ പലതരത്തിലുള്ള വൃക്കയും കുടലും കരളും മസ്തിഷ്കവും എല്ലാം മാറ്റിവെച്ച്, അല്ലെങ്കിൽ പുറമേ നിന്ന് ചില വിദേശ കമ്പനികളുടെയൊക്കെ ടിവിയുടെയൊക്കെ ഉപകരണങ്ങളുടെ അകത്തുള്ള ഘടക സംവിധാനങ്ങളെ ചേർത്ത് അസംബിൾ ചെയ്ത് ചില കമ്പനികൾ ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെ ഇങ്ങനെ അസംബിൾ ചെയ്ത് ഉണ്ടാക്കാവുന്ന എന്തെങ്കിലും ഒരു വസ്തുവാണ്, ഒരു പ്രൊഡക്റ്റാണ് മനുഷ്യൻ എന്ന് വിചാരിക്കുന്നതിൻ്റെ ഒരു വലിയ ന്യൂനതയായിട്ടാണ്, അല്ലാതെ ശാസ്ത്രത്തിൻ്റെ വലിയൊരു കുതിച്ചുചാട്ടമായിട്ടല്ല ഞാൻ അതിനെ കാണുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കേരളത്തിന് ഈ വളരെ കാലമായിട്ടുള്ള മനുഷ്യനെ സംബന്ധിച്ച് നമ്മുടെ മലയാളിക്ക് വെളിച്ചം നൽകാൻ കേൾപ്പുണ്ടായിരുന്ന ഒരുപാട് മനീഷികളെക്കുറിച്ചുള്ള ധാരണകൾ പകർന്നു കൊടുക്കുവാനുള്ള ഒരു സിലബസ്, ഒരു പാഠ്യ പദ്ധതി യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിക്കുന്ന അറിവ് കൊടുക്കുന്ന, ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച്, ജീവിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥമെന്ത് എന്നുള്ളതിനെക്കുറിച്ച് ധാരണ നൽകുന്ന പദ്ധതികളൊന്നും തന്നെ നമ്മുടെ സിലബസിൽ കാര്യമായിട്ട് ഇല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അവർ ഇടത് കണ്ണിൻ്റെ ഡോക്ടർക്ക് വലത് കണ്ണിൻ്റെ പറ്റി ഒന്നും അറിഞ്ഞിടാത്ത തരത്തിലുള്ള സ്പെഷ്യലിസ്റ്റുകൾ നമ്മുടെ നാട്ടിൽ വരികയാണ്. ഐ സ്പെഷ്യലിസ്റ്റ് ബ്രാക്കറ്റിൽ ഇടത് കണ്ണ് എന്ന് എഴുതി വയ്ക്കുന്ന തരത്തിൽ അവൻ വലത് കണ്ണിൻ്റെ അസുഖം ചെന്ന് ചോദിച്ചാൽ അവനൊന്നും അറിഞ്ഞുകൂടാ. അവനെ അത് പഠിപ്പിച്ചിട്ടില്ല. ഹോളിസ്റ്റിക് ആയിട്ടുള്ള, സമ്യക്കായിട്ടുള്ള, മനുഷ്യനെ സാകല്യേന കാണുന്ന, മനുഷ്യനെന്ന് പറയുന്ന ആ ശരീരത്തിനും അപ്പുറത്ത് നിരവധിയായിട്ടുള്ള ഒറ്റ മനുഷ്യരുടെ സഞ്ചയങ്ങൾ ചേർന്നുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ള കാര്യം ആകാതെ പോകുന്നതാണോ, അത് ആദ്യം മനസ്സിലായിട്ടും അതിന് വലിയ സാമ്പത്തികമായിട്ടുള്ള മെച്ചമൊന്നുമില്ല എന്ന് കരുതുന്നതുകൊണ്ടാണെന്നറിയില്ല. അത് നമ്മൾ അതിന് പരമപ്രധാനമായിട്ട് കരുതുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് ഗുരുക്കന്മാരുടെ വലിയ ഒരു പരമ്പരയെ നിന്ദിക്കുന്ന ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നു. അധ്യാപകന്മാർ അടങ്ങിയിട്ടുള്ള, പ്രത്യേകിച്ചും ഒരു സർവകലാശാലയുടെ ഒരു ചെയറിൻ്റെ കീഴിൽ നടക്കുന്ന ഒരു പ്രഭാഷണ പരമ്പരയുടെ തുടക്കം എന്നുള്ള നിലയ്ക്ക് ഈ ഗുരുനിന്ദയെ പറ്റി സൂചിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗുരു ആയിട്ടുള്ള, ഗുരുത്വം എന്ന മുതിർന്ന ആളുകളോടും വസ്തുതകളോടും ആശയങ്ങളോടും പ്രതിപത്തിയില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കേണ്ടത് എല്ലാത്തിനെയും ലഘുവായി കാണാനും എല്ലാത്തിനെയും എളുതായി കാണാനും എല്ലാത്തിനെയും നിസാരവൽക്കരിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു സമൂഹം പുലരേണ്ടത് ആരുടെയൊക്കെ ആവശ്യമാണ് എന്നുള്ള നിലയ്ക്ക് നമ്മളെ ശാലമായിട്ടുള്ള, ആഴമില്ലാത്ത മനുഷ്യരാക്കി തീർക്കുന്ന എന്തോ ഒന്ന് സമൂഹത്തിൽ, മലയാളി സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. വൈപ്പിൻ കരയിൽ കുറച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. വൈപ്പിൻകര എന്ന് പറയുന്ന ഞങ്ങളുടെ ആലുവയ്ക്കടുത്ത പ്രദേശത്ത് ഒരു വിഷമത്യ ദുരന്തം ഉണ്ടായതായിട്ട് നമുക്കറിയാം. അത് മദ്യം ഉണ്ടാക്കരുതെന്നും അത് വിപണനം ചെയ്യരുതെന്നും ഉപയോഗിക്കരുത് എന്നും പറഞ്ഞ ഒരു മഹാഗുരുവിൻ്റെ ഓർമ്മ തിരുനാളായിട്ടുള്ള ചതയ ദിനാഘോഷത്തിലാണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം.
മദ്യം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഓർമ്മ തിരുനാൾ മലയാളി കൊണ്ടാടിയത് മദ്യം വെറുതെ മദ്യം ഉപയോഗിച്ചത് മാത്രമല്ല വിഷമദ്യം മാറ്റി അത് ഉപയോഗിച്ച് നിരവധി പേരെ മൃതിക്ക് വശകരാക്കുകയും നിരവധി പേരുടെ കാഴ്ച നശിപ്പിച്ചുകൊണ്ടാണ്. ഒരു ഗുരുനാഥൻ വെളിച്ചമുണ്ടാക്കി കൊടുക്കുന്ന ആളാണെന്ന് നമുക്കറിയാം. ഗുരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഗു എന്ന ശബ്ദം സംസ്കൃത പണ്ഡിതൻ ആയിട്ടുള്ള അദ്ദേഹം ഇരിക്കുമ്പോൾ പറഞ്ഞത് അവിവേകം കാണിക്കുന്നില്ല. ഇരുട്ടിനെ രോധിക്കുന്നത്, ഇരുട്ടിനെ ഇല്ലാതാക്കുന്നത്, പ്രകാശം ഉണ്ടാക്കുന്നതെന്നാണ് ഗുരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് നമുക്കറിയാം. മലയാളം എക്കാലത്തെയും വലിയ ഒരു ഗുരുനാഥന്റെ ഓർമ്മ തിരുനാളിൽ സ്വയം ഇരുട്ട് വലിച്ചുകൊണ്ട് കണ്ണിന്റെ കാഴ്ച പോലും ഇല്ലാതാക്കുന്ന വലിയൊരു മദ്യ ദുരന്തത്തിന് നമ്മൾ വഴിമരുന്നിട്ടു എന്നുള്ളത് എക്കാലത്തും തുടച്ചു കളഞ്ഞാലും മായാത്ത ഒരു കളങ്കമായിട്ട് നമ്മുടെ സംസ്കാരത്തിന് മീതെ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഈ ഗുരു നിന്ദ എന്ന് പറയുന്നത് ഗുരുത്വമുള്ള എല്ലാത്തിനും നേരെ അനാദരവ് കാണിക്കുവാനുള്ള ഒരു പ്രവണതയ്ക്ക് ഒരുപാട് തലങ്ങൾ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. അധ്യാപകന്റെ വിപരീത പദമാണ് വിദ്യാർത്ഥി എന്ന് പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ ചെന്ന് ഞാൻ പോകേണ്ടി വന്നിട്ടില്ല. വിപരീത പദം പറയുക, അധ്യാപകൻ ഹിന്ദു, ഇപ്പോൾ വിദ്യാർത്ഥി എന്ന്. അവനങ്ങനെ നമ്മുടെ പുതിയ കുഞ്ഞുങ്ങൾ അങ്ങനെ വിചാരിച്ചിരിക്കുന്നത് എതിർ ലിംഗശബ്ദങ്ങൾ പറയുന്നത് പോലെ എതിർ വിഭാഗത്തിൽപ്പെട്ട രണ്ട് പദങ്ങളാണ് ഇത് രണ്ടും എന്നുള്ളത് അവർ ധരിച്ച് വശമായിരിക്കുന്ന പ്രശ്നമാണ്. ഈ ഗുരുനിന്ദ പല തലങ്ങളിലുണ്ട്. ഇപ്പോൾ ജീവിതത്തിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. എൻ്റെ ഭാര്യ അവിടെ കോഴിക്കോട്ടൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മാത്തമാറ്റിക്സ് അധ്യാപികയാണ്. അപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് വൈകുന്നേരം ചായ കുടിക്കാനായിട്ട് കോഴിക്കോട്ടെ ഒരു പ്രധാനപ്പെട്ട ഹോട്ടലിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ട് ഒരു കുടുംബം കയറുക. അച്ഛനും മാന്യനായിട്ടുള്ള ഷർട്ടൊക്കെ ഇൻഷർട്ട് ചെയ്തിട്ടുള്ള കണ്ടാൽ യോഗ്യനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ സുന്ദരിയായ ഭാര്യ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അടുത്ത് വന്ന് ഞങ്ങൾ ടേബിളിൻ്റെ അടുത്തിരുന്നു. അപ്പോൾ അവർ കടന്നു വരുമ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ചേട്ടാ അതിങ്ങനെ ഞാൻ 7ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ വീട്ടിലാണ് പഠിപ്പിക്കുന്നത്, 7ൽ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ നമ്മൾ പഴയ കാലത്ത് ഈ ഗുരുവിനോടുള്ളൊരു ഭക്തി ഉണ്ടാവുന്നു. അതെൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോഴും നമ്മുടെ LP സ്കൂളിലൊക്കെ പഠിപ്പിച്ച അധ്യാപകരെ കാണുമ്പോൾ നമുക്ക് ഇപ്പോഴും അറിയാത്തൊരു ബഹുമാനം വന്നു പോകും. സർക്കാർ പിന്നീട് വലിയ സർക്കാർ കോളേജുകളിലൊക്കെ വലിയ ഗുരുനാഥന്മാരുടെ കീഴിൽ പഠിച്ചെങ്കിൽ ഇപ്പോഴും LP സ്കൂളിലെ അധ്യാപകരുടെ ബഹുമാനം ഉണ്ടാവും. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ പഴയ കാലത്ത് ഗുരുവിനോടുള്ള ബഹുമാനം ഗുരു പത്നിയോടും കാണിക്കുന്ന പാരമ്പര്യമൊക്കെ നമ്മൾ ഒരുപാട് കഥകളിലൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ ഈ ഗുരുവിൻ്റെ ഒരു പത്നനായിട്ട് ഞാൻ അടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വളരെ ബലമൊക്കെ പിടിച്ചിങ്ങനെ ഒരു ബഹുമാനം പ്രതീക്ഷിച്ച്, സഹബഹുമാനം പ്രതീക്ഷിച്ച് അവിടെ ഇങ്ങനെ ഇരുന്നു. ഇയാൾ വന്ന് മക്കളുമായിട്ട് ഇവിടെ ഇരുന്നു. കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ തലകുനിച്ചിരിക്കുന്നുണ്ട്. മെനു കാർഡിൽ നോക്കിയിട്ട് കിട്ടാവുന്ന ഏതൊക്കെ മൃഗങ്ങളുടെ പേര് പറഞ്ഞിട്ട് വലിയ ഭക്ഷണമൊക്കെ മേടിച്ച് കഴിച്ചു. അപ്പോൾ ഈ നിമിഷത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എൻ്റെ മാത്തമാറ്റിക്സ് ഗണിതം പഠിപ്പിക്കുന്ന അധ്യാപികയ്ക്ക് നേരെ പുതിയ തലമുറയിലെ ഒരു യുവമുഖം എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനെല്ലാം ശേഷം അവൻ എൽബക്കൊക്കെ വിട്ട് കൈയെഴുതി പോവുകയാണ്. എന്നിട്ട് ടിപ്പ് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹവും ആ കൊച്ചൊക്കെ ആ വിളമ്പിയ ആൾക്കൊരു മന്ദഹാസം കൊടുത്തു. അതുപോലും പഠിപ്പിക്കുന്ന അധ്യാപികയ്ക്ക് നേരെ ഉണ്ടായില്ല. അപ്പം ഞാൻ വളരെ വിഷമത്തോടെ, ഞാനും ഈ ക്ലാസ്സൊക്കെ പഠിച്ചു വന്ന ഒരാളാണല്ലോ എന്നുള്ള കുറ്റബോധത്തോടെ ഞാൻ ആ കുട്ടിയെ കൈകൂട്ടി അടുത്ത് വിളിച്ചു. അപ്പോൾ വളരെ ഭയത്തോടെ എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞൊന്നുമില്ല, നിൻ്റെ 7ാം ക്ലാസ്സിൽ നിൻ്റെ ക്ലാസ്സിൽ എന്നെ കണക്ക് പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്, പരിചയപ്പെടുത്താൻ വേണ്ടി വിളിച്ചത്. വൈകുന്നേരം നമസ്കാരം പറഞ്ഞിട്ട് പോക്കോ. അപ്പോഴേക്കും ഈ മാന്യൻ ആയിട്ടുള്ള പിതാവ്, അച്ഛൻ, വേഷം കെട്ടിയ അച്ഛൻ അടുത്ത് വന്നു. എന്താണ് സാർ? കൊച്ചിനെ ആരോ ഹരാസ് ചെയ്യാൻ പിടിച്ചിരിക്കുകയാണ്. എൻ്റെ മുഖത്തിൻ്റെ ഭാവം കണ്ടിട്ട് ഞാൻ ഭീകരനാണെന്ന് എഴുതിയിട്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കുട്ടിയുടെ അധ്യാപികയാണ്, പരിചയപ്പെടുത്താൻ വേണ്ടി വൈകുന്നേരമല്ലേ എന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി. അവൻ എന്നോട് പറഞ്ഞു സാർ, അവന് ഭയങ്കര ഷൈ ആണ് കുട്ടി, അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. കാരണം അവരെ കൂടുതൽ വേദനിപ്പിക്കാൻ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഇതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് സന്ദേഹമായി. ഇത് ഒരു കുട്ടി വരുമ്പോൾ നമുക്ക് ബഹുമാനം ചോദിച്ചു വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ല, തീർച്ചയായിട്ടും ചോദിച്ച് എന്നെ ബഹുമാനിക്കുമെന്ന് പറഞ്ഞിട്ട് ആജ്ഞാപിച്ചു വാങ്ങിയിട്ടുണ്ടെന്നല്ല, ആദരം എന്ന് പറയുന്നത്. അതപ്പോൾ ഒരു അധ്യാപികയുടെ കുഴപ്പമാണോ എന്നുള്ള ഒരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായി. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ അവളുടെ വിസ്തീർണം മനസ്സിലാക്കിയത്, എടവനക്കാട് വൈപ്പിനിൽ അവരെല്ലാം ഒരു നാട് മുഴുവൻ ആദരിക്കുന്ന
കണ്ണാച്ചാരത്തിൽ ഗോവിന്ദ പണിക്കർ എന്ന് പറഞ്ഞ വലിയൊരു അധ്യാപകൻ്റെ പേരക്കുട്ടിയാണ് എൻ്റെ ഭാര്യ. അവർ കുടുംബത്തിൽ ഒരുപാട് അധ്യാപകരുണ്ട്, എല്ലാം നല്ല ഒന്നാന്തരം അധ്യാപകരാണ്. ഇവിടും വലിയ മോശമല്ലാത്ത ഒരു അധ്യാപികയാണ് എന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അതാവാനൊരു മാർഗമില്ല. കാരണം ആ സ്കൂളിലെ മറ്റേ അധ്യാപകരെയും എനിക്ക് പരിചയമുള്ളത് കൊണ്ട് അത്ര മോശം, ഇങ്ങനെ നിരാദരിക്കാൻ മാത്രമുള്ള ഒരു ആളല്ല എന്ന് എനിക്കറിയാം. പക്ഷെ അവിടെ എന്തോ ഈ അൺഎയ്ഡഡ് സ്കൂളുകളിലെ ശമ്പള നിരക്കാണോ അതിന് കാരണം എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നുന്നു. കാരണം ഈ ചെറിയ പൈസ കൊടുത്ത് പഠിപ്പിക്കുന്ന ഈ പാവങ്ങളെ നോക്കിയിട്ട് അങ്ങനെ ബഹുമാനിക്കേണ്ടതൊന്നും ഇല്ല എന്ന് ചിലപ്പോൾ ഭക്ഷണ മേശയിലൊക്കെ വെച്ചിട്ട് ഇവർ പരസ്പരം പറയുന്നുണ്ടാവും. എന്തൊക്കെ വന്ന് കപ്പിച്ച വാങ്ങി പോകുന്നു, എൻ്റെ കുട്ടിക്ക് കൂടുതൽ മാർക്ക് വാങ്ങിയില്ലെങ്കിൽ മാത്രം അങ്ങോട്ട് ചെന്ന്. നമ്മുടെ കേരളത്തിലെ മലയാളം ഇംഗ്ലീഷ് മീഡിയങ്ങളിലെ മലയാളം മീഡിയത്തെ അപേക്ഷിച്ച് നിങ്ങൾക്കറിയാം വലിയ റിസൾട്ടുകൾ ഉണ്ടാക്കുന്ന സ്കൂളുകൾ ഈ അൺഎയ്ഡഡ് സ്കൂളുകളിലെ കുട്ടികളാണ്. മുഴുവൻ മാർക്ക് മേടിക്കുന്നു, മുഴുവൻ A+ വാങ്ങിക്കുന്നു. പക്ഷെ അവരുടെ ഗുരുക്കന്മാരോട് ഒരു തരി പോലും ബഹുമാനമില്ലാതെ, ഓർത്തു വയ്ക്കാൻ ഒന്നുമില്ലാതെ ആണ് ഇവർ കടന്നു പോകുന്നത് എന്നുള്ളത് വലിയ ഒരു ദുരന്തമാണ് എന്ന് ഞാൻ കരുതുന്നു. ഗുരുവിനോട് ഭക്തിയില്ലാത്ത, ഗുരുത്വമില്ലാത്ത, കുരുത്തം കെട്ട, അക്ഷരാർത്ഥത്തിൽ മലയാള ഭാഷയിൽ പറഞ്ഞാൽ കുരുത്തം കെട്ട ഒരു തലമുറ ഇങ്ങനെ നിരവധിയായിട്ട് വന്നു പോവുകയാണ്. ഗുരുനിന്ദ എന്ന് പറഞ്ഞത് ശ്രീനാരായണഗുരുവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഗുരുനിന്ദ എന്ന് പറയുന്നത് നമ്മുടെ ഭാരതീയരുടെ ഏറ്റവും വലിയ ഒരു കുറ്റബോധത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് സുകുമാര കവിയുടെ ശ്രീകൃഷ്ണവിലാസം എന്ന് പറയുന്ന അതിപ്രഗത്ഭമായിട്ടുള്ള, സാറിന് അറിയാം, ഒരു വലിയ കാവ്യം, സംസ്കൃതത്തിലെ വലിയ കാവ്യം എഴുതിയിട്ടുള്ള സുകുമാരൻ എന്ന് പറയുന്ന കവിയുടെ കഥ ഒരു വലിയ മിത്തായിട്ട് നമുക്കുള്ളത്. അവിടെ യൂറോപ്യന്മാർക്ക് അത് ഈഡിപ്പസിന്റെ മിത്താണുള്ളത്. അമ്മയോട് അറിയാതെ ശാരീരിക ബന്ധം പുലർത്തിപ്പോയ ഒരു പുരുഷന്റെ ആത്മനിന്ദയാണ് അവരുടെ സാഹിത്യത്തിൽ ഏറ്റവും വലിയ നിന്ദാപരമായിട്ടുള്ള ഒന്നുള്ളത്. മാതാവിനോട് അരുതാർത്ഥത ചെയ്ത ഒരാൾ. ഈഡിപ്പസിന്റെ കഥ ഇപ്പോഴും പ്രസക്തമാകുന്നതുകൊണ്ടാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, പക്ഷേ ഏതൻസിൽ അക്കാലത്തെ സദസ്സിൽ, അധികാര സദസ്സിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന 96 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അക്കാലത്ത് മനുഷ്യനായുസ് കുറവായിരുന്നു. പഴയ കാലത്ത് മഹാമാരിയും രോഗങ്ങളും പിടിപെട്ട് മരിക്കുന്ന മനുഷ്യന്റെ കാലത്ത് ഈ സോഫോക്ലീസ് എന്ന് പറയുന്ന ആൾ 90 വയസ്സ് വരെ അധികാരഘടനയിലെ സ്വാധീനം ഉണ്ടായിരുന്ന അതിസുന്ദരനും അതീവ ആരോഗ്യവാനുമാണ്. നമ്മുടെ നാട്ടിലൊക്കെ കഥ എഴുതുന്നവരൊക്കെ കുട്ടിക്കാലത്തെ രോഗങ്ങളൊക്കെ പറയും. ഞാൻ കുട്ടിക്കാലത്ത് ക്ഷയമായിരുന്നു, അതുകൊണ്ട് പിന്നെ കഥയിലേക്ക് തിരിഞ്ഞു. അമ്മയ്ക്ക് ഭ്രാന്തായിരുന്നു, കുട്ടിക്കാലത്ത് കഞ്ഞി കഥയും മാത്രമേ ഉണ്ടായിരുന്നു, പിന്നെ എഴുത്തിലേക്ക് തിരിഞ്ഞു എന്നുള്ള മറ്റാണ് നമ്മളൊക്കെ പറയും. പക്ഷേ എഴുത്തിനെ നിയന്ത്രിക്കുന്ന, സർഗാത്മകത നിയന്ത്രിക്കുന്ന അതൊന്നുമല്ല. മനുഷ്യ ജീവിതത്തെക്കുറിച്ച് മരണം എന്ന് പറയുന്ന സംഗതിയാൽ അപ്രസക്തമാക്കപ്പെടുന്ന മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള ധ്യാനമാണ് ഏത് കാലത്തെയും വലിയ എഴുത്തുകാരെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് 96 വയസ്സ് വരെ ജീവിച്ച അരോഗദൃഢാഘാതനും സുന്ദരനുമായിട്ടുള്ള സോഫോക്ലീസ് നൂറ്റാണ്ടുകളല്ല സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടിട്ടും നമ്മൾ ഉൾക്കിടിലത്തോടെ മാത്രം വായിക്കുന്ന ഒരു നാടകത്രയം ഈഡിപ്പസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിയത്. അതുകൊണ്ടാണ് അവിടെ അതാണ് ഒരു മനുഷ്യന് ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ആത്മനിന്ദ ഉണ്ടാക്കുന്ന സംഭവം എങ്കിൽ മഹാഭാരതത്തിലില്ലാത്ത മറ്റെങ്ങുമില്ല എന്ന് വ്യാസൻ അഹങ്കാരത്തോടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെ, യതി ഹാസ്തി തദന്യത്ര എന്നെ ഹാസ്തി തത്കുശിൽ. ഇതിലുള്ളത് നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും കാണാൻ സാധിക്കും, പക്ഷെ ഇവിടെ ഇല്ല, ഇതിലല്ലാത്ത വേറെ ലോകത്ത് എവിടെയും കാണാൻ സാധിക്കില്ല. പക്ഷെ അതിൽ പോലും മാതൃഗതി നടത്തിയ ഒരാളുടെ ആത്മനിന്ദയില്ല. ഒരു കഥാപാത്രത്തിലും അത് ആരോപിക്കാൻ അന്ന് നമ്മുടെ സാഹചര്യത്തിൽ അതില്ല. നമുക്ക് പക്ഷെ പകരമുള്ളത് ഈ സുകുമാര കവിയുടെ ഒരു കഥയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കുട്ടിക്കാലത്ത് കുറച്ച കഥയാണ്. തന്നെ നിരന്തരം ദോഷവചനങ്ങൾ പറഞ്ഞ് ശകാരിക്കുന്ന ഗുരുനാഥനെ ഒളിച്ചിരുന്ന് കൊല്ലുവാൻ സുകുമാരൻ എന്ന് പറയുന്ന ഒരു കുട്ടി തീരുമാനിക്കുന്നു. നിങ്ങൾക്കറിയാം, അവന് വലിയ കല്ലുമായിട്ട് അത് രാത്രി ഗുരുവും പത്നിയും കിടക്കുന്ന കട്ടിലിന്റെ തലപ്പത്ത് മുകളിൽ ഒളിച്ചിരിക്കുന്നു. അങ്ങനെ തക്കതായ ഒരു സമയം, സന്ദർഭം കാത്തിരിക്കുന്ന സമയത്ത് ഈ ഗുരുവും ഗുരുപത്നിയും തമ്മിലുള്ള സംഭാഷണം സുകുമാരൻ ഒളിച്ചിരുന്ന് കേൾക്കുന്നു. അല്ല, എത്രയോ മിടുക്കനായ നമ്മുടെ സുകുമാരനെ നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നും ഇങ്ങനെ കുറ്റം പറയുന്നത്? തൊട്ടതിനെ പിടിച്ച് നോക്കുക. അതിലേക്ക് മോശം എത്രയോ കുട്ടികൾ നിങ്ങളുടെ കീഴിലുള്ള ശിഷ്യന്മാരായിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കുട്ടിയെ മാത്രം നിങ്ങൾ നിരന്തരം ദ്രോഹിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. വലിയ കഷ്ടമാണ് എന്ന് ഈ ഗുരുഭക്തി പറയുമ്പോൾ ഗുരുനാഥൻ പറയുന്നു, നിനക്ക് അറിഞ്ഞുകൂടാ, മറ്റെല്ലാവരും ചിലപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് പോകും, പക്ഷെ സുകുമാരനെ അവൻ്റെ ചെറിയ ചെറിയ കുറ്റങ്ങൾ പോലും തിരുത്തി നന്നാക്കിയാൽ ഭാവിയിൽ
എൻ്റെ പേരിനും ഒരു ഗുരു എന്നുള്ള നിലയ്ക്ക് എനിക്ക് അഭിമാനിക്കാൻ തക്ക വലിയ ഒരു മനുഷ്യനായി തീരാൻ കെൽപ്പുള്ളവൻ സുകുമാരൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സുകുമാരൻ നിരന്തരം ഇങ്ങനെ അവനെ പിന്നാലെ കൂടുന്നു. ഇത് കേട്ടിട്ട് ഈ കല്ലുമായിട്ട് സുകുമാരൻ താഴെ ഇറങ്ങി വന്ന് കുട്ടിക്ക് നമുക്കറിയാവുന്ന കഥയാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. കുട്ടിക്കരയും പോയി ഉമിയുടെ എന്ന് വെച്ചാൽ പുതിയ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല, അരിയുടെ ചുറ്റുമുള്ള ഒരു സംഗതിയാണ്. ഉമിയുടെ ഒരു കൂമ്പാരം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കഴുത്തറ്റം എന്നിട്ട് ഉമിത്തിയിൽ നീറുക എന്നുള്ള പ്രയോഗം മലയാളത്തിൽ. ഉമിത്തിയിൽ നീറുക വലിയ മാനസിക വ്യഥയുള്ള സമയത്ത് സൂചിപ്പിക്കാനുള്ള പദമാണ്. കാരണം അത്രയ്ക്കും ദഹിപ്പിക്കുന്ന ഒരു തീയാണത്, വളരെ ഇഞ്ചിഞ്ചായിട്ട് തീ പിടിപ്പിക്കുന്നത്. അങ്ങനെ കഴുത്തറ്റം ഉമിത്തിയിൽ നീര് ദഹിച്ചുകൊണ്ട് സുകുമാരൻ ഈ ഗുരുനിന്ദയ്ക്ക് പരിഹാരം എന്നോണം എഴുതിയ കവിതയാണ് ഈ നേരത്തെ പറഞ്ഞ ശ്രീകൃഷ്ണവിലാസം എന്ന് പറഞ്ഞ അസ്ഥിസ്ഥിതി സത്മസുമേരുനാമ സമസ്ത കല്യാണ ഗിരിന്ദ്ര അല്ലെ സ്വയനാത്മന തിഷ്ടനിവ എന്ന് പറഞ്ഞു തുടങ്ങുന്ന അതിഗംഭീരമായിട്ടുള്ള ശ്ലോകാവലിയോടുകൂടിയ ആ കൃതി എഴുതിയിട്ട് അങ്ങനെ ആത്മനിന്ദയിൽ നിന്ന്, ഏതാത്മനിന്ദ ഗുരു നിന്ദയിൽ നിന്ന് ഉളവായിട്ടുള്ള ആത്മനിന്ദയിൽ നിന്ന് ഉണ്ടാക്കിയ സംഗതിയാണ് ഇത്. നമ്മുടെ മനസ്സിൽ ഈ കഥ നമ്മുടെ പുതിയ കുഞ്ഞുങ്ങളിൽ എത്ര പേരെ പഠിപ്പിക്കുന്നു? നമ്മുടെ കുട്ടികാലം തീർച്ചയായിട്ടും പഠിപ്പിച്ചിട്ടുണ്ട് ഈ കഥ. പക്ഷെ പുതിയ കുഞ്ഞുങ്ങൾ എത്ര പേർക്ക് അറിയാം? അത് എന്തിനു വേണ്ടിയിട്ടാണ് ആ കഥ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ നാട്ടിലുണ്ട്. ഇത് രോഗികളെക്കാൾ കൂടുതൽ ഡോക്ടർമാരുള്ള ഒരു വളരെ മ്ലേച്ഛമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് അധികാര വർഗത്തിന് ഇപ്പം ഏറ്റവും വലിയ ചർച്ച അതാണ്. ഈ സ്വാശ്രയ കോളേജുകളുടെ ചർച്ചയാണ്. ഒരു പഴയ കാലത്ത് ഒരു ഡോക്ടറിന്റെ പ്രധാനപ്പെട്ട പ്രാർത്ഥന ലോകത്ത് രോഗങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ ദൈവം എന്ന്. മനുഷ്യന് ആരോഗ്യത്തോടെയും സ്വാസ്ഥ്യത്തോടെയും മനുഷ്യൻ ജീവിക്കട്ടെ. അഥവാ അങ്ങനെ ഒരാൾക്ക് ഒരു അസുഖം പിടിപെട്ടാൽ ആ സമയത്ത് രോഗവിശ്രാന്തിക്ക് വേണ്ടി, രോഗ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഞാനുണ്ടാകും. ഞാൻ അവിടെ ചെല്ലും, അവനെ ശുശ്രൂഷിക്കും, അതിനെ സുഖപ്പെടുത്തും എന്നുള്ള ദൈവത്തോടുള്ളൊരു പ്രാർത്ഥനയായിട്ടാണ് ഈ ആയുർവേദം ഒക്കെ പറയുന്നത്. ആയുർവേദം വേദത്തിൻ്റെ ഒരു ഉപാംഗമാണ്. പക്ഷേ പുതിയ കുഞ്ഞുങ്ങൾക്ക് അതറിയില്ല. അവൻ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഈ MBBS സമയം കഴിഞ്ഞാൽ പിന്നെ ഒരു ചിക്കൻ കുഞ്ഞോ മറ്റോ വന്നാൽ മാത്രമേ നമുക്ക് രക്ഷിക്കാൻ, നമ്മൾ ഇത്രയും അച്ഛൻ കൊടുത്ത പണത്തിന് ഒരു പകരം എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ എന്ന മട്ടിൽ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് ഇവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രോഗികൾ നിറഞ്ഞ ഒരു കാലം, കെട്ടിടങ്ങളെക്കാൾ കൂടുതൽ സിവിൽ എഞ്ചിനീയർമാരുണ്ടാവുകയും രോഗികളെക്കാൾ കൂടുതൽ ഡോക്ടർമാരുണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നവോത്ഥാന നായകന്മാരാൽ പ്രോജ്വലമാക്കപ്പെട്ട ഒരു സാംസ്കാരിക അന്തരീക്ഷമുള്ള കേരളത്തിലെങ്കിലും വരാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അതിന് അധികാരി വർഗവും എല്ലാവരും ഒത്താശ ചെയ്യുന്നു എന്നുള്ളത് വലിയ സങ്കടകരമായ ഒരു കാര്യം. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന ഒരു ഏരിയ. കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ കാലശേഷവും ഈ ഭൂമി ഇങ്ങനെ തന്നെ ഉണ്ടാകും എന്നുള്ള ചെറിയ ധാരണയെങ്കിലും നമ്മുടെ ചെറിയ ബുദ്ധിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന, നമ്മൾ ഭാവന ചെയ്ത് അതിന് ഒരു പരിഹാരം കാണേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയ, ഒരു മേഖല ഇതാണ് എന്ന് ഞാൻ കരുതില്ല. ഇത് നമുക്ക് സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം നമുക്ക് സാധിക്കുന്നേ ഉള്ളൂ. നമ്മളങ്ങനെ വലിയ ഇരുട്ടിൽ നിന്ന് നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ആളുകളുണ്ട്. ഈ ഗുരു നിന്ദ, ഗുരു എന്ന് പറയുന്ന വാക്ക് ഈ മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ എന്നൊക്കെ പറയുമ്പോൾ മാതാവും പിതാവും ഗുരുവും ദേവന്മാരായിരിക്കുന്നു എന്നുള്ള അർത്ഥം അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള അർത്ഥം മാത്രമാണ്. രണ്ടാമത്തെ അതിൻ്റെ കുറെ കൂടി അകത്തുള്ള അർത്ഥം ഒരു മനുഷ്യ ശരീരത്തെ സൃഷ്ടിക്കുന്നതിൽ, ഒരു മനുഷ്യ വ്യക്തിയെ സൃഷ്ടിക്കുന്നതിൽ തീർച്ചയായിട്ടും അച്ഛനും അമ്മയും ദൈവങ്ങളായി തീർന്നു. ദൈവം എന്ന് വെച്ചാൽ സൃഷ്ടിക്കാനുള്ള കഴിവുള്ള ആളാണ്, സൃഷ്ടാവാണ്. അച്ഛനും അമ്മയും ഒക്കെയാണ് ഒരു ശരീരം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ദൈവമായിരിക്കുന്നത്. അതുപോലെ ആ വ്യക്തിയെ സൃഷ്ടിക്കുന്ന മൂന്നാമത്തെ ദൈവമാണ് ആചാര്യ ദേവോഭവ. ആചാര്യനും ദൈവനായി ഭവിക്കുന്നത് അതുകൊണ്ടാണ്. അത് കുറെ ക്ലാസ് പറഞ്ഞു കൊടുത്തിട്ടാണ്. അവനെ സൃഷ്ടിക്കുന്ന ഒരു മനുഷ്യനെ ശരീരം കൊടുക്കുവാൻ എങ്ങനെയാണോ അച്ഛനും അമ്മയും ദൈവങ്ങളായി തീർന്നിരിക്കുന്നത്, സൃഷ്ടാവായി തീർന്നിരിക്കുന്നത്, അതുപോലെ ആ വ്യക്തിയെ സൃഷ്ടിക്കുന്ന ദേവനായി ഭവിക്കുന്നു അവൻ്റെ ആചാര്യൻ. അവൻ്റെ വ്യക്തിത്വത്തെ സൃഷ്ടിക്കുന്ന ദൈവമായി തീരുന്നു അവരുടെ ആചാര്യൻ എന്നുള്ള അർത്ഥത്തിലാണ്. നമുക്ക് പലപ്പോഴും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. അങ്ങനെ സ്വയം ഞാൻ
സൃഷ്ടികർത്താവായി തീരുന്നതിൽ ബഹുമാന്യതനായി തീരുന്ന ഒരു അധ്യാപകരെയും നമുക്ക് സമീപകാലത്ത് കാണാനും കിട്ടുന്നില്ല. അവരെല്ലാം ഈ ശമ്പള സ്കെയിലിനെ പറ്റി നിരന്തരം ഇത് ചെയ്യുന്ന ഒരുപാട് ഏജൻസികൾ, ഒരുപാട് സംഘടനകൾ, ട്രേഡ് യൂണിയനുകൾ മത്സരിച്ചുകൊണ്ട് ശമ്പളം കൂട്ടുന്നതിനെ പറ്റിയുള്ള വ്യാകുലതകളല്ലാതെ സമൂഹത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു വ്യാകുലത ഒരു അധ്യാപകനിൽ പോലും മഷിയിട്ട് നോക്കിയാൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് പരിഹരിക്കുവാനായിട്ട് അധിക ഉയരങ്ങളിൽ നിൽക്കുന്ന, മുകളിൽ നിന്ന് അധ്യക്ഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞു, മുകളിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തതയോടെ കാണാൻ സാധിക്കും. മനുഷ്യന്റെ 6 അടി ഉയരം എന്നുള്ളൂ നമുക്ക് പരിമിതമായിട്ടുള്ള ഈ ഉയരത്തിന് മുകളിൽ നിന്നുകൊണ്ട് മനുഷ്യനെ സമഗ്രമായിട്ട്, മലയാളിയെ സമഗ്രമായിട്ട് സമ്യക്കായിട്ട് വീക്ഷിക്കാൻ കഴിയുന്ന ഉയരമുള്ള രാഷ്ട്രീയക്കാരുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതിന് വലിയൊരു പരിഹാരം ആയിട്ട്. അപ്പോൾ മാതാവിനെ പറ്റി ദൈവമെന്ന് പറഞ്ഞു. നമുക്ക് മാതൃഭാവത്തിലുള്ള ഒരുപാട് കവിതകൾ തന്നിട്ടുള്ള ബാലാമണി അമ്മയാണ് മലയാളിയുടെ വ്യക്തിത്വത്തെ സംബന്ധിക്കുന്ന ഒരു വലിയ നിരീക്ഷണം എക്കാലത്തിനുമായിട്ട് നടത്തിയത്. അത് മഴുവിൻ്റെ കഥ എന്ന് പറയുന്ന അവരുടെ കവിതയിലാണ്. നിങ്ങൾ മുതിർന്നവർ ചിലപ്പോൾ വായിച്ചിട്ടാകും, ചെറിയ പുതിയ തലമുറ പിന്നിൽ കുറച്ച് പേരുള്ള അവർക്ക് വേണ്ടി പറയുകയാണ്. മഴുവിൻ്റെ കഥ എന്ന് പറയുന്ന കവിതയിലാണ്. എന്തുകൊണ്ടാണ് താൻ കാര്യ പോരിമയ്ക്ക് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മാത്രം മലയാളി ഇങ്ങനെ പരിണമിച്ചത് എന്നുള്ള അതിൻ്റെ കാരണം ദശകങ്ങൾക്ക് മുമ്പ് അവരെ മഴുവിൻ്റെ കഥ എന്നുള്ള കവിതയിൽ ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അവരതിനകത്ത് പറയുന്നു, നമ്മുടെ കേരളം നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന മിഥോളജിയിലെ കഥാപാത്രം പരശുരാമൻ. ഈ പരശുരാമൻ്റെ കഥ നമുക്കറിയാം. ജമദഗ്നിയും രേണുകയും അച്ഛനമ്മമാരായിരുന്നു. രേണുകയ്ക്ക് അവിഹിതമായിട്ട് ഇന്ദ്രനോ മറ്റോ രാത്രി ജാരവേല ചെയ്യുന്നുണ്ട് എന്ന് സംശയം തോന്നുന്നു. ഭാര്യയെ കൊന്നുകളയണം എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ തൻ്റെ ആൺമക്കളോട് ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് ഒരുപാട് ആൺമക്കളോട് ഇദ്ദേഹം കൽപ്പിക്കുന്നു അമ്മയെ കൊല്ലാൻ. മൂത്തവൻ സാധിക്കുന്നില്ല, രണ്ടാമത്തവന് പറ്റുന്നില്ല. അപ്പോൾ മിടുക്കനായിട്ടുള്ള ഇളയ മകൻ പറയുന്നു, ഞാൻ ചെയ്തു തരാം. അച്ഛൻ പറഞ്ഞാൽ അധികാര കേന്ദ്രമാണ്, ഒരു കുടുംബത്തിലെ അധികാര കേന്ദ്രമാണ് അച്ഛൻ എന്ന് പറയും. അപ്പൊ അധികാര കേന്ദ്രം കൽപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിന്നിട്ട് അമ്മയെ കൊല്ലാൻ, മാതാവിനെയല്ല, മാതൃഭാഷയല്ല, നമ്മുടെ മാതൃ സംസ്കാരത്തെയല്ല കൊന്നുകളയുവാൻ വേണ്ടിയിട്ട് കൈ നീട്ടി ഓച്ചാനിച്ച് അതിൽ കൃതകൃത്യനായി സന്തോഷിക്കാൻ കെൽപ്പുള്ള മക്കൾ ഇപ്പോഴും നമ്മുടെ കൂടെ. അതുകൊണ്ട് ഈ പരശു എന്ന് പറയുന്ന ആയുധം വെച്ചിട്ട് അമ്മയുടെ കഴുത്ത് പുതിയ തലമുറയുടെ ഭാഷയിൽ പറഞ്ഞാൽ നൈസായിട്ട് അവർ കണ്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മാതാവിൻ്റെ കണ്ഠം അറുത്ത ചോര, പുരണ്ട മഴു ഉപയോഗിച്ചാണ് നമ്മുടെ ഈ സംസ്ഥാനം ഉണ്ടാക്കിയത് എന്ന് നമുക്ക് പറഞ്ഞു തന്നത് ബാലാമണിയമ്മ. സ്ത്രീയാണ്, ഒരമ്മയാണ്. അമ്മയുടെ കഴുത്ത് പുരണ്ട ചോര കൊണ്ട് ഉണ്ടായ ഒരു സംസ്ഥാനത്തിൽ സ്വാർത്ഥ കാര്യത്തിന് വേണ്ടി എന്തും നശിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവുന്ന പ്രധാനം. അതുകൊണ്ട് മാതൃഭാഷ 1ാം ഭാഷയായിട്ട് വരാത്തത് നമുക്ക് വലിയ മുൻതൂക്കമില്ല. ലോകത്ത് ഒരിടത്തുമില്ലാത്ത ഒരു വലിയ അത്ഭുതമാണ് ഇത്. 7 അത്ഭുതങ്ങളിൽ 8ാമത്തെ അത്ഭുതം വേണമെങ്കിൽ ഇത് ഗിന്നസ് ബുക്കിലൊക്കെ ചേർക്കാവുന്നതാണ്. മാതൃഭാഷയോട് ബഹുമാനമില്ല എന്ന് പറയുന്നില്ല, ഒരു നാണക്കേട് നമുക്കില്ല. നമ്മുടെ ചാനലുകളിലൊക്കെ നമ്മുടെ മലയാള ഗാനങ്ങൾക്ക് വിധികർത്താക്കളായിട്ട് ഇരിക്കുന്ന ചില ഗായകരൊക്കെ ഈ മുഴുവൻ ഇംഗ്ലീഷ് പറയുന്നതായിട്ട് ഞാൻ രചിച്ചിട്ടുണ്ട്. അവർക്ക് മലയാളം വരാത്തതുപോലെയാണ്. ജഡ്ജിയാകുമ്പോൾ, വിധികർത്താവായിരിക്കുമ്പോൾ, ജൂറി ആയിരിക്കുമ്പോൾ ഒരു അധിക നമ്മളെ ഭരിച്ച് മുടിച്ച ഒരു വലിയ വിദേശി ഭാഷയുടെ ആധർമണ്യം വേണം എന്ന് ഇവർക്ക് തോന്നുന്നു. അതുകൊണ്ട് അത് അങ്ങനെ പറയുന്നു. അത് കേരളമായിട്ട് പറഞ്ഞു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്ത് നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോഴും മലയാളത്തിലെ പ്രധാനപ്പെട്ട 4 കവിതകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മളും തയ്യാറുണ്ട്. അത് പഠിച്ചിട്ട് എന്താണ് ഗുണം, മലയാളം പഠിച്ചിട്ട് എന്നുള്ള ചിന്ത നമ്മളിലും വളരെ രൂഢമൂലമായി തീർന്നിട്ടുണ്ട്. ഇത് ഭാഷ മരിക്കുമ്പോൾ ഭാഷയെ കലക്കലാണ്. സ്വർഗരാജ്യത്തേക്കുള്ള പ്രവേശനം തടയാൻ ദൈവം എടുത്ത ഒരു പദ്ധതി എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. ബാബേൽ ഗോപുരത്തിൻ്റെ കഥ അതാണ്. ഒരു ഭാഷയുടെ, അവനവന് പ്രയോഗിക്കാൻ അറിയുന്ന ഭാഷയുടെ വൈഭവം ഒരാളെ നിറയുമ്പോൾ തൻ്റെ മാതൃഭാഷയിൽ, ഇപ്പോൾ താബുല റാസ എന്ന് പറയുന്ന വീടൊക്കെ പഠിക്കുന്ന ആൾക്കറിയാം,
തബുൽ റാസ എന്ന് പറയുന്ന ഒരു തന്നെ മനുഷ്യ മനസ്സിൽ, കുട്ടികളുടെ മനസ്സിൽ അതിന് ചില ഭാഷയുടെ ടെംപ്ലേറ്റുകൾ, വ്യാകരണാദി വാക്കുകൾ ചേർത്തിട്ട് ഭാഷയുടെ ടെംപ്ലേറ്റുകൾ സൃഷ്ടിക്കുന്ന ഒരു പ്രവർത്തന, ആ പ്രക്രിയക്കാണ് തബുൽ റാസ എന്ന് പറയുന്നത്. മാതൃഭാഷയിൽ അമ്മയുടെ മുലപ്പാലിനോടൊപ്പം മാതൃഭാഷ നന്നായി സ്വായത്തമാക്കുന്ന ഒരു കുട്ടിക്ക് ഇതര ഭാഷകളും അതേപോലെ തന്നെ പഠിക്കാൻ സാധിക്കുന്നുള്ള ഒരു സിദ്ധാന്തമാണ്. ആ പതിയുന്നതിനെ പറ്റിയാണ്, ഭാഷയുടെ ക്രമക്കണക്കുകൾ തലച്ചോറിൽ പതിയുന്നതിനെ പറ്റിയുള്ള ഒരു സിദ്ധാന്തമാണ്. പക്ഷെ നമുക്കത് പറഞ്ഞാൽ അത് മനസ്സിലാവുന്നില്ല. നമ്മുടെ ഭരണാധികാരികൾ തത്വത്തിൽ പ്രസംഗവേളകളിലും ചർച്ചകളിലുമൊക്കെ ഈ മാതൃഭാഷാ സ്നേഹം പറയും എന്നല്ലാതെ അതിനെക്കുറിച്ച് കൂടുതൽ പോകുന്നത്. മനുഷ്യനാമുഖം എന്നുള്ള നോവലില് ജിതേന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ അച്ഛൻ കൈരളി എന്ന് പറയുന്ന കപ്പൽ കടലിൽ മുങ്ങിപ്പോയതിനെ കുറിച്ച് പറയുമ്പോൾ അവസാനമായിട്ട് പറയുന്നത്, കുഞ്ഞെ ഓർത്തിരുന്നോളൂ, കൈരളി കപ്പൽ മുങ്ങിപ്പോയ കഥ ഓർക്കുമ്പോൾ നീ എപ്പോഴും ഓർക്കണം, മലയാള ഭാഷയുടെ വേറൊരു വാക്കാണ് കൈരളി എന്നുള്ളത്. ഒരു കാലത്ത് തിരിച്ചെടുക്കാനായിട്ട് ഒരു അവക്ഷിപ്തം പോലും ലഭിക്കാതെ ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായി പോയ ഒരു കപ്പലിന്, കേരളത്തിൻ്റെ ഒരു കപ്പലിൻ്റെ പേര് നിർഭാഗ്യവശാൽ കൈരളി എന്നായിരുന്നു, മലയാള ഭാഷ എന്നായിരുന്നു. ഇതൊരു സൂചനയാണ് എന്ന് ഞാൻ കരുതുകയാണ്. ഇത് എത്ര കണ്ട് നമ്മുടെ അധികാരികൾ, നമ്മുടെ ഭരണാധികാരികൾ ഇത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഇതിനെ കവിതയുടെ കാര്യം പറഞ്ഞിട്ട് ഇതിനെ കൂടുതൽ വിശദീകരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ സംശയമൊന്നുണ്ടാകും. ഇതിപ്പോൾ മനുഷ്യൻ്റെ ആധുനിക ജീവിതത്തിൻ്റെ മനുഷ്യൻ്റെ കാര്യം പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഒരാളിങ്ങനെ കവിതയെയും ബാലാമണിയമ്മയെയും മറ്റും കൂട്ടുപിടിക്കുന്നത്? ഇത് വളരെ നമ്മുടെ സംസ്കാരത്തെ നിയന്ത്രിച്ചിരുന്ന ഒന്നാണ്. നമ്മുടെ വാക്കുകളിൽ, ഓരോ പ്രയോഗത്തിലും വാക്കുകളിലുമെല്ലാം ഈ കവിത അല്ലെങ്കിൽ സാഹിത്യം സൃഷ്ടിച്ചിട്ടുള്ള, ഈ സഹിതഭാവം സൃഷ്ടിച്ചിട്ടുള്ള സ്വാധീനങ്ങൾ വളരെ വലുതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മലയാള പദങ്ങളൊന്നും പണ്ഡിതന്മാർ വലിയ ചർച്ചകളിൽ ആലോചിച്ച് ഉണ്ടാക്കിയെടുത്ത വാക്കുകളല്ല എന്ന് നമുക്കറിയാം. എല്ലാവരും മൺമറഞ്ഞു പോയിട്ടുള്ള പാവങ്ങളായിട്ടുള്ള പൂർവികരായിട്ടുള്ള നമ്മുടെ പ്രപിതാമഹന്മാർ അവരുടെ ഹൃദയത്തിൽ നിന്നും രചനയിൽ നിന്നും ഉദിച്ച ആ നിമിഷത്തിലൂട്ടി അതിന് ഏറ്റവും യോജിച്ച പദങ്ങൾ കണ്ടുപിടിച്ച് പേര് രേഖപ്പെടുത്തി വെക്കാതെ മഹാകവി ആകാതെ മരിച്ചുപോയിട്ട് ഒരുപാട് പേര്. കരിമ്പ് എന്നൊരു ഉദാഹരണം ഞാൻ പറയാം. കാട്ടില് ഭക്ഷണ വസ്തുക്കൾ തേടി നടക്കുന്ന ഒരു ദ്രാവിഡ പൂർവികൻ കരിനീല നിറത്തിലെ ഒരു സസ്യജാലം ആർത്തുപിടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ അതിന് മുമ്പ് പരിചയം മലയാള ഭാഷയിൽ അങ്ങനെ അതിനെ രേഖപ്പെടുത്താൻ വാക്കില്ല. അപ്പോൾ അവനത് തൊട്ട് നോക്കുന്നു, ഒടിച്ചു നോക്കുന്നു, അപ്പോൾ ബലം പരിശോധിക്കുന്നു. പാർപ്പിടമോ ആഹാരമോ വസ്ത്രമോ ആക്കാനുള്ള എന്തെങ്കിലും അതിന് ഉപയുക്തമാകുമോ എന്ന് അത് മനുഷ്യന്റെ പ്രാഥമികമായിട്ടുള്ള പരിഗണനകളായതുകൊണ്ട് അവൻ പരീക്ഷിക്കുന്നു. കരിമ്പിന് ബലമുണ്ട്. കരിമ്പ് കടുപ്പമുള്ള വസ്തുക്കൾ സ്പർശിക്കുമ്പോൾ ദ്രാവിഡമായിട്ടുള്ള ഭാഷയിലുള്ള എല്ലാ പദങ്ങളിലുമുള്ള ക എന്നൊരു അക്ഷരം അവൻ്റെ ആത്മാവിൽ ആ സമയത്ത് രൂപം കൊള്ളും. പിന്നെ അതിന് പൂവില്ല, മണമില്ല. അത് ഭക്ഷ്യയോഗ്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അത് പതുക്കെ ഓടിച്ച് പല്ലുകൾക്കിടയിൽ വെച്ച് ഞെരിച്ച് നോക്കുമ്പോൾ ഞെരിയുന്ന എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കുന്ന രീ എന്ന് പറയുന്ന ശബ്ദം ഉണ്ടാകും. അതിൻ്റെ ചാറ് ഇറക്കാൻ ശ്രമിക്കുമ്പോൾ ഇമ്പമുള്ള മധുരമുള്ള ഒരു അവൻ്റെ രസനയെ ഉന്മിഷിത്താക്കുന്ന ഒരു മധുര രസം അതിലേക്ക് നീയുമ്പോൾ എൻ്റെ വാക്കിലാണ് ഇമ്പം ഉള്ള എന്തിനുമുള്ള ഇമ്പ് എന്നൊരു വാക്കുണ്ട്. പിന്നാലെ വന്ന ഈ ഗോത്ര സമൂഹത്തിലെ ആളുകൾ മുന്നിൽ നടക്കുന്ന ഈ വഴിവെട്ടുന്ന ആളോട് ചോദിക്കുന്നു, എന്താണത് എന്ന് ചോദിക്കുമ്പോൾ കരിമ്പ് എന്ന് പറയാം. ആ കരിമ്പെന്ന വാക്കിട്ട ആളുടെ പേര് എവിടെയും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. നമ്മളിന്ന് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന 11 കണക്കിന് മലയാള ഭാഷാ പദങ്ങളുടെയും സ്രഷ്ടാവ് ആര് എന്നുള്ളതിന് ഒരു ഉത്തരവുമില്ല. ഞങ്ങളെപ്പോലെ എന്നെ മലയാളം താങ്ങി മേടിച്ച ആളുകളോ അദ്ദേഹത്തെ പോലെ ഒരു വലിയ സ്ഥാപനത്തിൻ്റെ ചുമതല വഹിക്കുന്ന ആളുകളൊന്നും വാക്കുകളൊന്നും സൃഷ്ടിച്ചിട്ടില്ല. ഈ വാക്കുകൾ സൃഷ്ടിച്ച് നമ്മുടെ പാവം മനുഷ്യരാണ്, ഈ ദേശത്ത് ജീവിച്ചു പോയ മലയാളികളായിട്ടുള്ള പച്ച മനുഷ്യരാണ് ഈ പച്ചക്കരിമ്പ് പോലുള്ള വാക്കുകളൊക്കെ നിരവധിയായിട്ടുള്ള സൃഷ്ടിച്ചിട്ടുള്ളത്. അവർക്ക് ഒരു ആദരം കൊടുക്കുകയാണ് നമ്മൾ ഒരു കരിമ്പ് എന്നുള്ള വാക്ക് ഉച്ചരിക്കുമ്പോൾ ചെയ്യുന്നത്. വളരെ വിദൂര പൂർവ്വകാലത്ത് സ്വന്തം രചനയിൽ ഉരുത്തിരിഞ്ഞ ഒരു വാക്ക് തൻ്റെ എളിയ തൊണ്ട കൊണ്ട് ഉച്ചരിക്കപ്പെടുമ്പോൾ ആ മനുഷ്യൻ പിൽക്കാലത്ത് പച്ചക്കരിമ്പ് തുണ്ടാണവൾ എന്ന ആലപ്പുഴ കള്ളൂർ ഷാപ്പിലെ കത്രീന
പച്ചക്കരിമ്പ് തുണ്ടാണ് അവിടെ എന്ന് വയലാറ് കവിതയിൽ എഴുതുമ്പോൾ ഈ പച്ചക്കരിമ്പ് എന്ന് പറയുമ്പോൾ അങ്ങ് അകലെയുള്ള ആ പാവപ്പെട്ട മനുഷ്യന് ആദരവ് കൊടുക്കുകയാണ്. മപ്പിളഗാനങ്ങളിലെ പച്ചക്കരിമ്പിന്റെ തുണ്ട് എന്ന് പറയുമ്പോൾ സുറുമ വരച്ചൊരു കണ്ണ്, സുൽത്താനിന്റെ എന്താണ് ആ പാട്ട്, നിക്കാഹിൻ ഭൂമിതൻ മദനപ്പൂങ്കാവിൽ പച്ചക്കരിമ്പിന്റെ തുണ്ട് എന്ന് പറയുമ്പോൾ ആ അങ്ങ് വരെയുള്ള 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ പാവപ്പെട്ടവന് ഒരു ആദരവ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ഭാഷയുടെ, വാക്കുകളുടെ, കവിതയുടെയൊക്കെ നിഷ്പത്തി. എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ, ഒരു ഒരു ഭാഷയിലെ ആളുകളുടെ അഗാധ തലങ്ങളെ സ്പർശിക്കുന്നു തെളിവായിട്ട് പറയാം. അതുകൊണ്ട് ഒരുപാട് കാലം, സ്വാതന്ത്ര്യത്തിന് മുമ്പ് കേരള സംസ്ഥാനത്തിന്റെ പിറവി 60 വർഷങ്ങൾക്ക് മുമ്പ്, അതിന് എത്രയോ കാലം മുമ്പ് ഇവിടെ ഭാഷ സ്ത്രീയെക്കുറിച്ച് അത്യപകടകരമായ രീതിയിൽ കവിതകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് കുമാരനാശാൻ എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിന്റെ അനുചരനായിട്ട് നിന്ന, ഒരു ആധ്യാത്മിക ഗുരുവിന്റെ അനുചരനായി നിന്ന, എങ്ങനെയാണ് ഒരു ആധ്യാത്മിക പ്രസ്ഥാനത്തിന്റെ അനുചര സ്വഭാവം ഒരു സാഹിത്യ പ്രസ്ഥാനത്തിൽ വരുന്നതിന് വലിയ നിദർശനമായിട്ട് കാണിക്കാവുന്ന ഒരു സംഗതിയുടെ ഉണ്ടായ അദ്ദേഹം നിരവധിയായി വീണപൂവ് തുടങ്ങി നിരവധിയായിട്ടുള്ള ദാർശനിക കവിതകൾ മലയാളത്തിന് കാഴ്ചവെച്ചു. അതുവരെ വെൺമണി പ്രസ്ഥാനത്തിലും അതിനു മുമ്പുള്ള നമ്പൂതിരി സാഹിത്യത്തിന്റെ വെടിവട്ടം പറഞ്ഞ് വേർക്കാതെ കവിതകൾ ചമച്ച്, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ പറ്റിയുള്ള കവിതകൾ ചമച്ച് രസിച്ചിരുന്ന ഒരു വലിയ നേരം കൊല്ലി പ്രസ്ഥാനത്തിന്റെ ആളുകൾ സ്ത്രീയുടെ അവയവങ്ങളെ വർണ്ണിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് പദങ്ങൾ കുമാരനാശൻ കീഴ്മേൽ മറിച്ച് പറഞ്ഞു. ഭാഷയിൽ വലിയ ആധികമായും അറിയാതെ നടത്തിയ വിപ്ലവമായിരുന്നു അത്. ശംഖ് കളഞ്ഞ കഴുത്തഴക് എന്ന് നമ്മുടെ വയനാടൻ പാട്ടിൽ മാത്രമല്ല, സ്ത്രീകളുടെ കഴുത്തിനെ ശംഖിന്റെ അഴകിനോട് ഉപയോഗിച്ചിട്ടുള്ള 100 കണക്കിന് സംസ്കൃത കവിതകളും മണിപ്രവാള കവിതകളും പച്ചമലയാള കവിതകളും അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. രംഭൂരു എന്നുള്ളൊരു വാക്ക് സംസ്കൃതത്തിൽ നിന്ന് കടമെടുത്തിട്ട് നമ്മുടെ മലയാള കവികൾ ആദ്യം ഉപയോഗിച്ചിരുന്നു. തുടയ്ക്ക് വലിപ്പമുള്ള സ്ത്രീകളെ പറയുന്ന വാക്കാണ്. ഒരു വിശേഷ പദം പുരുഷൻ ചാർത്തി കൊടുക്കുകയാണ് ഭാഷയിൽ. രംഭ എന്നുള്ള വാക്കിന് വാഴ എന്നാണ് അർത്ഥം. രംഭൂരു എന്ന് വെച്ചാൽ വാഴത്തട പോലെയുള്ള വണ്ണമുള്ള കാലുകളുള്ള പെണ്ണ്, സുന്ദരിയുടെ ലക്ഷണമായിട്ട് പറയാം. അതങ്ങനെ അത് പറഞ്ഞ് വീണ്ടും വീണ്ടും അത് പറഞ്ഞ് അത് കേൾക്കുമ്പോൾ സ്ത്രീകൾ കുഴിത്തിരിക്കുന്നുണ്ടെന്ന് സ്വയം വിശ്വസിച്ചും മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചും ഇങ്ങനെ പെണ്ണിനെ പുകഴ്ത്തുന്ന കേമത്വത്തിനാണ് സാഹിത്യം എന്ന പേര് പറയുന്നത് എന്നൊരു സമൂഹത്തെ തന്നെ വിശ്വസിപ്പിച്ച് നടന്നിരുന്ന ഒരു കാലത്താണ് കുമാരനാശാൻ കരുണയില് വാസവദത്ത എന്ന് പറയുന്ന ഒരു വാരസ്ത്രീ എല്ലാ അവയവങ്ങളും അംഗഭംഗം വന്ന് ചുടലയിൽ കിടക്കുന്ന സമയത്ത് അവസാനമായിട്ട് സമയമായി അവളെ കാണാൻ വേണ്ടി വന്നെത്തുന്ന ഉപഭുക്തൻ അവിടെ വന്നെത്തുമ്പോൾ വിശേഷിപ്പിക്കുന്നത് ഉടഞ്ഞ ശംഖ് പോലെയും ഉരിച്ചു മുറിച്ച വാഴത്തട പോലെയും തിളങ്ങും അസ്ഥിഖണ്ഡങ്ങൾ എന്ന് എഴുതി. ശ്മശാന വർണ്ണനിലെ നമ്മുടെ കണ്ണിൽ തറയേണ്ടുന്ന 2 പ്രയോഗങ്ങളാണ്. അവിടെ ചുടലയിൽ കിടക്കുന്ന ബാക്കി നമ്മൾ സഞ്ചയനത്തിന് വഴിച്ചു കൂട്ടുന്ന ആ വെളുത്ത നിറത്തിലുള്ള അസ്ഥി കഷ്ണങ്ങൾ, അത് പഴയകാല കവിതയിൽ നിന്ന് ആശാൻ ബോധപൂർവ്വം മാറ്റിയെടുത്താണ്. ഉടഞ്ഞ ശംഖ് പോലെ, നിങ്ങൾ ഈ പറഞ്ഞ കഴുത്തിന്റെ ശംഖ് പറഞ്ഞിരുന്നല്ലോ, അതിൽ അവിടെ ഉടഞ്ഞ ശംഖ് പോലെ ഇവിടെ ഈ ശ്മശാനത്തിൽ കിടക്കുന്നു. ഉരിച്ചു മുറിച്ച വാഴത്തട പോലെ, അങ്ങനെ പ്രയോഗം ആശാൻ വേറെ എവിടെയും വാഴത്തടയിൽ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ സംസ്കൃതത്തിൽ കൂടുതൽ അവഗാഹമുള്ള ആളാണ്. പച്ചയായിട്ട് മലയാളത്തിൽ പറയും ഉരിച്ചു മുറിച്ച വാഴത്തട പോലെ തിളങ്ങും. വാഴത്തടയുടെ ഉരിച്ചു മുറിച്ചാൽ വാഴത്തട പിണ്ടി എന്നൊക്കെ പറയുന്ന, നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് അറിയില്ല, പിണ്ടി എന്നൊക്കെ പറയുന്ന അതുപോലെ തിളങ്ങുന്നു എന്നാണ് പറയുന്നത്. ആ വെണ്മയുടെ തിളക്കം വെള്ളപൂശിയ കുഴിമാടങ്ങൾ എന്ന് പ്രയോഗിച്ചപ്പോൾ ബൈബിളിൽ മാത്രമേ പിന്നീട് നമ്മൾ അതിനു മുമ്പ് കണ്ടിട്ടുള്ളൂ. ആ ഭയങ്കരമായിട്ടുള്ള വെളുത്ത തിളക്കം, ഭീതിതമായിട്ടുള്ള വെളുത്ത തിളക്കം, അത് കുമാരനാശാൻ പറഞ്ഞപ്പോൾ, അത് എഴുതിയപ്പോൾ ഒരു സാംസ്കാരികമായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, അതിന് വ്യാഖ്യാനം നടത്തിയിട്ടല്ല, അതിൻ്റെ മനസ്സിൽ ആന്തരികമായിട്ട് കവിത വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംസ്കാരമുണ്ട്. മനുഷ്യ ജീവിതത്തെ സംബന്ധിക്കുന്ന മനുഷ്യ അവബോധം എന്ന് പറയുന്ന കവിതയിലൂടെ രക്തത്തിലേക്ക് കയറുന്ന, നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി തന്നെ തീരുന്ന ഒരു സംസ്കാരമുണ്ട്. അത് വരുമ്പോൾ സംസ്കാരത്തിൽ മാറ്റം വരും. കുമാരനാശാൻ അത് വായിച്ചാൽ ഗോവിന്ദസ്വാമി അത് ചെയ്യുമായിരുന്നില്ല എന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടം. കവിതകൾ വായിച്ചിട്ട് ഒരാൾക്ക് അത് ചെയ്യാൻ സാധിക്കില്ല.
അതിന് മുമ്പ് നമ്മുടെ ഒരു മന്ത്രി വിമാനത്തിൽ കയറിയപ്പോൾ ഒരു സ്ത്രീയെ സീറ്റിന്റെ കൈയിടയിലെ കൈയിട്ടിട്ട് ഈ ഗ്യാപ്പിലൂടെ കൈയിട്ടിട്ട് ഉപദ്രവിച്ച വാർത്ത നമുക്ക് വന്നു. അദ്ദേഹം പറഞ്ഞ് കേസ് വാദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് പറഞ്ഞ് എനിക്ക് കയ്യിന് സ്വാധീനമില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. അദ്ദേഹം ജയിലിലൊന്നും കിടന്നില്ല. ഗോവിന്ദസ്വാമിയുടെ അഭിഭാഷകനും ആദ്യം വാദിച്ചത് ഗോവിന്ദസ്വാമിക്ക് ഒരു കയ്യ് സ്വാധീനമില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അയാളത് ചെയ്യുന്നതാണ്. അയാൾക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ ആളുകൾ വന്നു. ഒരു മന്ത്രി പുങ്കവൻ വിമാനത്തിൽ വെച്ച് ഭിക്ഷക്കാരനോട് അടുത്ത നിലവാരമുള്ള ഒരാൾ തീവണ്ടി മുറിയിൽ വെച്ച് സ്ത്രീയോട് ചെയ്യുന്ന ഈ അപമര്യാദ, അവിടെ നമ്മുടെ പുരുഷന്റെ ഒരു കൈയിന് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ തോന്നിപ്പിക്കുന്നുണ്ട്. ഒരു കൈ പ്രഹരിക്കവേ പിടിച്ചൊരു കൈ കൊണ്ട് തലോടുമൈവൾ എന്ന് കുമാരനാശാൻ പ്രകൃതിയെപ്പറ്റി നിയതിയെപ്പറ്റി പറഞ്ഞാൽ. പക്ഷെ ആണിന് പ്രഹരിക്കുവാൻ മാത്രമല്ല ചേർത്ത് പിടിക്കുവാനും, കരുതലോടെ ചേർത്ത് പിടിക്കാൻ, ബസ്സിലും ട്രെയിനിലും വെച്ചുള്ള ചേർത്ത് പിടിക്കലല്ല, കരുതലോടെ ചേർത്ത് പിടിക്കാനുള്ള ഒരു അന്തസ്സും തലയെടുപ്പും അഭിമാന ബോധവും ഉണ്ട് എന്ന് തോന്നിപ്പിക്കണമെങ്കിൽ അത്തരം കാവ്യാനുശീലനം ആവശ്യമാണ്. സംസ്കാരം എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് രാമായണത്തില് സീതയെ കട്ടുകൊണ്ട് പോയിട്ട് വിമാനത്തിലൊക്കെ കൊണ്ടുപോയ ആ വലിയ ലോകൈക വിക്രമനായിട്ടുള്ള രാവണൻ സീതയെ സ്പർശിക്കാതിരുന്നതാണ്. ആ കവിത വായിക്കുമ്പോൾ ഉള്ളിലെ ആ സംസ്കാരങ്ങൾ എടുത്ത് രാമായണം പറഞ്ഞിട്ട് ഒരു BJP ക്ലാസ്സാക്കാണ് ഉദ്ദേശിക്കുന്നത്. ഇത് രാമൻ നിന്റെ രാമനേക്കാൾ കേമനാണ് ഞാൻ എന്ന് നിനക്ക് എന്ന് ബോധ്യം വരുന്നു, അന്ന് നിന്നെ ഞാൻ എൻ്റെ പട്ടം ആവശ്യമാക്കാം, അതുവരെ ഈ ശിവശിവവൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് നീ ആലോചിക്കുക എന്ന് പറഞ്ഞിട്ട് കുറച്ച് രാഷ്ട്രീയമാരൊക്കെ എക്സ്പോർട്ട് വെച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. ലോകം കണ്ട എക്കാലത്തെയും മഹാവിക്രമിയായിട്ടുള്ള ഗോവിന്ദസ്വാമിയെ പോലെ 1.5 കൈയോ അല്ലെങ്കിൽ നമ്മുടെ മുൻ മന്ത്രിയെ പോലെ സ്വാധീനമുള്ള ഒരു കൈയോ ഒന്നല്ല, 20 കൈകളുള്ള പുരുഷൻ, 10 തലകളുള്ള പുരുഷൻ, വള്ളികൾ കണക്കെ ദുർബലമായിട്ടുള്ള കൈകൾ, അത് ഭംഗിയുടെ ലക്ഷണമായിട്ട് പറയുകയാണ്. എങ്കിലും അങ്ങനെയുള്ള സീതയെ സ്പർശിച്ചില്ല. നിനക്ക് നിന്റെ മനസ്സ് മാറുമ്പോൾ എനിക്ക് വരാം, എൻ്റെ പട്ടമനുഷ്യാം, ഈ സുഖഭോഗങ്ങളെല്ലാം ആസ്വദിക്കാം എന്ന് പറഞ്ഞ അന്തസ്സുള്ള ഒരു വില്ലനെ സൃഷ്ടിക്കുമ്പോൾ ഒരു കവി ചെയ്ത കാര്യമാണ്. ആ വില്ലന് പോലും ഒരു അന്തസ്സുണ്ട് എന്ന് വരുത്തി തീർക്കുകയാണ്. ഇത് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടല്ല, ഈ കവിത ആസ്വദിക്കുമ്പോൾ, ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കയറേണ്ടുന്ന ഒരു സംസ്കാരമാണ്. മഹാഭാരതം എങ്ങനെയാണ് ജ്യേഷ്ഠ ഭാര്യയെ കാണേണ്ടത്? ഇപ്പോൾ അധ്യാപികയുടെ പൊളിച്ചോടി പോയി അമ്മയെ കൊല്ലുന്നു, അല്ലെങ്കിൽ അച്ഛനെ തല്ലി കൊല്ലുന്നു, ഇപ്പോൾ വാർത്തകൾ ധാരാളം വരുന്നു. എങ്ങനെയാണിത് ഒരു ദാമ്പത്യത്തിൽ ജ്യേഷ്ഠത്തി അമ്മയെ കാണേണ്ടതെന്നും വാൽമീകി പറഞ്ഞു തരുന്നു. ആഭരണങ്ങളൊക്കെ പോയ ദിക്കിൽ വലിച്ചെറിയപ്പെട്ട് ഒരു സ്ത്രീ ഇവിടെ വിമാനത്തിലൂടെ കടന്നുപോയി എന്ന് സമ്പാദി എന്ന് പറയുന്ന ഒരു പക്ഷി പറയുന്ന സമയത്ത് ശ്രീരാമൻ പറയുന്നത് എൻ്റെ കണ്ണ് കാണുന്നില്ല, കണ്ണുനീര് കൊണ്ട് എൻ്റെ കണ്ണ് ഔട്ട് ഓഫ് ഫോക്കസ് ആയിരിക്കുകയാണ്. ലക്ഷ്മണൻ നോക്ക്, ഇത് സീതയുടെ ആഭരണങ്ങൾ തന്നെയാണോ നോക്ക്. അപ്പൊ ലക്ഷ്മണൻ പറയുന്നത് എനിക്ക് ചേച്ചിയുടെ ചേട്ടത്തിയമ്മയുടെ ആഭരണങ്ങളൊന്നും കണ്ട് പരിചയമില്ല ചേട്ടാ, ഞാൻ നെഞ്ചിലേക്ക് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു ജ്വല്ലറിയുടെ പരസ്യത്തിൽ നമ്മുടെ ഒരു സൂപ്പർ താരം പഴയൊരു സുന്ദരിയുടെ നെഞ്ചിലേക്ക് നോക്കിയിട്ട് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് അടങ്ങിക്കൊണ്ട് അതിൽ എന്താ ഉദ്ദേശിച്ചാണ്, ഞാൻ ആഭരണമാണ് പറഞ്ഞതെന്ന് പറയും. പുതിയ പരസ്യമാണ്. നമ്മുടെ കുട്ടികൾ കോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. വിശ്വാസം അതല്ലേ എല്ലാം എന്നുള്ളത് എത്രയോ പേർ ഒരു കവിതയിൽ നിന്ന്, കുഞ്ചൻ നമ്പ്യാരുടെയും ചെറുശ്ശേരിയുടെയും മറ്റും കവിതകളിൽ നിന്ന് ഒരുപാട് കാലം നമ്മൾ കോട്ട് ചെയ്തിരുന്നു. കാലസ്കലത്തിന് ഗുരു ബാലിട്ട കാലം എന്നൊക്കെ പറയുന്ന അതിന്റെ മലയാളം അനുഭവങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ പുതിയ കുട്ടികൾ പറയുന്ന വിശ്വാസം അതല്ലേ എല്ലാം എന്നൊക്കെയാണ്. പരസ്യക്കാർ കൊടുക്കുന്ന ഈ വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ പരസ്യ ജിങ്കിളിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ലക്ഷ്മണൻ പിന്നീട് ഓർത്ത് പറയുന്നു, അല്ല എനിക്ക് ഒരു ആഭരണം കണ്ട തിരിച്ചറിയാൻ പറ്റും, അത് ചേട്ടത്തിയമ്മയുടെ പാദസരം. കാരണം രാവിലെ കുളിച്ചാൽ രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജ എന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞ് ലക്ഷ്മണനെ അയക്കും, രാമനെ നീ അച്ഛനെ പോലെ കരുതണം, എന്നെ പോലെ വേണം ജനകാത്മജയെ സീതയെ കണക്കാക്കാൻ. അയോധ്യ മടലിയും വിധി, അയോധ്യയാണെന്ന് കരുതണം, കാട്. അല്ലെങ്കിൽ മറ്റൊരർത്ഥം പറഞ്ഞാൽ അങ്ങനെയുള്ള രാമനെ അച്ഛനായും ജ്യേഷ്ഠത്തിയമ്മയെ അമ്മയായും കരുതുന്ന ഒരിടത്ത് കാട് പോലും അയോധ്യയാവും എന്ന് തിരിച്ചും പറയാം. അയോധ്യ മടലിയും വിധി ഗച്ഛ യഥാസുഖം എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്ന ആ ഓർമ്മയിൽ നിന്ന് അവൻ പറഞ്ഞ എനിക്ക് പാദസരം കണ്ടാൽ അറിയാം. അപ്പൊ നോക്കുമ്പോൾ അതിനകത്തൊരു പാദസരമുണ്ട്. ലക്ഷ്മണൻ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും രാവിലെ കുളിച്ച്
ചേട്ടത്തിയമ്മയുടെ പാദങ്ങൾ നമസ്കരിക്കും പോയി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ പാദം കാണുമ്പോൾ പാദസരം ഒപ്പം കണ്ടിട്ടുണ്ട്. ഇത് ചേട്ടത്തിയമ്മയുടെ തന്നെയാണെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ഒരു സംസ്കാരം ഒരു കവിതയിലൂടെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ കുട്ടികളിലേക്ക് ഇതൊക്കെ പാഠപുസ്തകമായിട്ട് പഠിക്കുകയാണ് കയറ്റി കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിനു പകരം വേറെ എന്തൊക്കെയോ ബോധപൂർവമായിട്ടുള്ള കൊടുക്കലുകൾ. ഇപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അകത്തേക്ക് ചിന്തിച്ചു പോകാൻ കഴിവുള്ള ഒരാൾ എന്നുള്ള അർത്ഥം നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറയുകയാണ്. മനുഷ്യൻ എന്നുള്ള വാക്കിന് അതുപോലെ തന്നെ ഒരു പര്യായപദം സംസ്കൃതത്തിലുള്ള മർത്യ എന്നാണ്. മർത്യൻ എന്നുള്ള വാക്കിന് മൃത്യു ഉള്ളവൻ ആരോ അവൻ എന്നാണ് വിഗ്രഹം. മൃത്യു ഉള്ളവനാണ് മനുഷ്യൻ എങ്കിൽ, അതാണ് എൻ്റെ അർത്ഥമെങ്കിൽ, ആനയും മയിലും ആടുമയിൽ ഒട്ടകവും പൂച്ചയും കുരങ്ങും പുല്ലും പുഴുവും എല്ലാം മർത്യനാവേണ്ടതാണ്. കാരണം അതിനെല്ലാം മൃത്യുണ്ട്. പക്ഷെ അതിനെ മർത്യൻ എന്ന് സംബോധന ചെയ്യാതെ മനുഷ്യനെ മാത്രം മർത്യൻ എന്ന് വിളിക്കുന്നതിന്റെ ഒരു ആന്തരാർത്ഥം മൃത്യുവിനെ പറ്റി ബോധമുള്ളവനാരോ അവൻ എന്നുള്ളത്. മൃത്യുവിനെ പറ്റി, മരണത്തെപ്പറ്റി ബോധമുള്ളവനാരോ അവനാണ് മനുഷ്യൻ. കൊളസ്ട്രോളും ഷുഗറും ഒക്കെ പിടിച്ചിട്ട് 75-80 വയസ്സിനുള്ളിൽ തട്ടിപ്പോകുമെന്ന് ഉറപ്പുള്ള ഒരു കേവല ശരീരമാണ് നമ്മൾ എന്നുള്ള ഒരു ബോധം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു തമിഴിൽ ഒരു ഇടിച്ചോ ഒരു ഇപ്പോൾ ജയലളിത കിടക്കുന്ന പോലെ വെന്റിലേറ്ററിൽ കുറെ കാലം കിടന്നോ മരിച്ചു പോകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ഭൂമിക്ക് വേണ്ടി ചെയ്തു വെക്കണം, സഹജീവികൾക്ക് വേണ്ടി ചെയ്തു വെക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവും. അത് ആധ്യാത്മിക പ്രവർത്തനം മാത്രമല്ല, ഇത് മനുഷ്യൻ എന്നുള്ള സമഗ്രമായിട്ടുള്ള ഒരു ബോധത്തിൽ നിന്നുണ്ടാകുന്നതാണ്. മനുഷ്യൻ എന്ന് പറയുന്ന ജാതിയെ പറ്റിയുള്ള മനുഷ്യജാതി എന്ന് പറയുന്ന ഒരു സമഗ്ര ബോധത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു മുമ്പ് എഴുതിയത്. ജോർജൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മാതൃഭൂമിയിൽ എഴുതിയൊരു ലേഖനത്തിൽ അത് എടുത്തു പറയുന്നത് ഞാൻ വായിക്കേണ്ട. മനുഷ്യനെ നിർവചിക്കുന്നുണ്ട് ശ്രീനാരായണ ഗുരു. എന്താണ് മനുഷ്യൻ എന്ന് നിർവചിക്കുന്നുണ്ട്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അധികം പേര് പറഞ്ഞു കൊടുക്കത്താണ്. 2 ജന്തുക്കൾ തമ്മിൽ ചേർന്ന് ഇണ ചേർന്നാൽ അതിൽ നിന്ന് മനുഷ്യൻ ഉണ്ടാകുമോ? അത് പെടുന്ന എല്ലാം മനുഷ്യനാണ്. മനുഷ്യ കുഞ്ഞിനെ സൃഷ്ടിക്കാൻ കഴിയുന്ന 2 പേര്, അതാണ് ഏത് ജാതിയിലും മതത്തിൽപ്പെട്ടാലും അതിൻ്റെ പേരാകുന്നു മനുഷ്യൻ. മനുഷ്യജാതി എന്ന് പറഞ്ഞതാണ്. ഇണ ചേർന്നാൽ കുഞ്ഞ് ജനിക്കുമ്പോൾ മനുഷ്യനായിരുന്നു. അതാണ് എൻ്റെ പ്രാഥമികമായിട്ട് വലിയ ഗുരുനാഥൻ പറഞ്ഞത്. ഇതിനെ മാച്ചുകൊണ്ടും മറച്ചുകൊണ്ടുമാണ് പുതിയ കാലം അതിൻ്റെ നേതാക്കന്മാർ ആ ആശയത്തെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഞാനത് കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഇത് ഒരുപാട് ചർച്ച ചെയ്യാനും മനനം ചെയ്യാനുള്ള ഒരു വിഷയമായിരുന്നു. പക്ഷേ വാക്കിൻ്റെ പ്രസക്തി പറയുമ്പോൾ ഒരു പത്രക്കാരൻ എന്നുള്ള നിലയ്ക്ക് അധികാര വർഗത്തെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്ന ഒരു കാര്യം കൂടി പറയാൻ പറ്റി. അത് വാക്കിൻ്റെ രാഷ്ട്രീയമാണ്. മലയാളിയുടെ മാറുന്ന മുഖം എന്നുള്ള ഒരു ചർച്ചയുടെ പ്രാരംഭമായിട്ട് അത് പറയണമെന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷത്തോട് പോയി പണി നോക്കണോ എന്ന് പറയുന്നുണ്ട്. അത് ഇടതുപക്ഷത്തിൽപ്പെട്ട ഒരു നേതാവ് ഒരിക്കലും ഉച്ചരിക്കാനാകാത്ത ഒരു വാക്കായിരുന്നു എന്ന് ബഹുമാനത്തോടെ അറിയിക്കേണ്ടി വരുന്നു. പരമ്പത്ത് പണിയെടുക്കുന്ന പാവങ്ങൾ അതിൻ്റെ മുതലാളിയോട് തമാശയും ഇതൊക്കെ പറഞ്ഞ് സമയം കളയാൻ വേണ്ടി, നടുപിടിക്കുന്ന പണിയിൽ ഒരു ഇളവ് കിട്ടാൻ വേണ്ടിയിട്ട് വർത്താനം പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കാൻ നോക്കുമ്പോൾ പണ്ട് ഫ്യൂഡൽ മടങ്ങിമാരായിട്ടുള്ള ആളുകൾ പറഞ്ഞാൽ നീ പോയി നിന്റെ പണിയെടുക്കും എന്ന് പറയും. വർത്താനം ഞാൻ വേറെ അവർക്ക് പറഞ്ഞാൽ നീ ഞാൻ വൈകുന്നേരം കൂലി തരുന്നതാണ് എനിക്ക് പണിയെടുക്കുന്നത് പറയും. അതിൻ്റെ ബാക്കിയാണ്, അതിൻ്റെ അവശേഷിപ്പുകളാണ് പുതിയ കാലത്ത് പണി നോക്കുന്നത് നമ്മുടെ സാധാരണ പ്രയോഗം. അതിൻ്റെ ആന്തരാർത്ഥം മനസ്സിലാക്കിയില്ല അങ്ങനെ ഒരിക്കലും ഉള്ളിൽ നിന്ന് വരില്ല. ചാത്തൻ എന്നുള്ള വാക്ക് മനുഷ്യരാമം എന്നുള്ള നോവലിൻ്റെ ഒരു ഭാഗത്ത് അതിനെപ്പറ്റി തന്നെ ഒരു ചർച്ചയുണ്ട്. നമ്മൾ വിവരസിൽ നിന്ന് ക്യൂ നിന്ന് മലയാളി വെയിൽ കൊണ്ട് ഒരു സാധനം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ തുണിക്കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കുറവാണെങ്കിൽ മലയാളി അറിയാതെ പറയുന്ന വാക്കാണ് ചാത്തൻ സാധനമാണ്. ഈ ചാത്തൻ എന്ന് പറഞ്ഞ വാക്ക് ഒരു മനുഷ്യന്റെ പേരാണ്. നമ്മുടെ ക്യൂവിൽ തൊട്ട് ബാക്കിൽ നിൽക്കുന്ന ഒരാളുടെ അച്ഛൻ്റെ പേരായിരിക്കും ചാത്തൻ എന്നുള്ളത്.
അവൻ ബഹുമാനത്തോടെ അവനെ വളർത്തി വലുതാക്കി, അല്ലെങ്കിൽ അവൻ ആദരവോടെ നമുക്ക് നമ്മുടെ അച്ഛനോട് ബഹുമാനമുള്ളതുപോലെ ആദരവോടെ അവൻ വിചാരിക്കുന്ന ഒരു വാക്കാണ് ചാത്തന്നൂർ. അത് നമ്മൾ കെട്ട വാക്കായിട്ട് ഉപയോഗിക്കുന്നു. ചെറ്റ എന്നുള്ള വാക്ക്, ചെറ്റത്തരം കാണിച്ചതിന് ചെറ്റ എന്നല്ല വിളിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മുടെ നേതാക്കന്മാർ കൂളായിട്ട് പറയുന്നു. പാവപ്പെട്ടവന്റെ കുടിലിന്റെ പേരായിരുന്നു ചെറ്റ എന്നുള്ളത്. ആ കുടിലിൽ ജീവിക്കേണ്ടി വരുന്ന പരിമിതമായ സാഹചര്യങ്ങളിൽ അരിഷ്ടിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു ജീവിത സമ്പ്രദായത്തിന്റെ പേരാണ് ഇപ്പോൾ ചെറ്റത്തരം എന്ന് പറയുന്നത്. ഗതികേടാണ് അത്. ഇത് പക്ഷേ ഈ ചെറ്റകളിൽ വസിച്ചിരുന്ന ചാത്തന്മാർ എന്ന പേര് ധാരാളമായിട്ടുണ്ടായിരുന്ന തൊഴിലാളികളായിട്ടുള്ള, വിയർപ്പിന് അന്തസ് കൽപ്പിച്ചിരുന്ന മനുഷ്യ സമുദായങ്ങളുടെ സമൂഹങ്ങളുടെ ശക്തമായ പിൻബലത്തോടെ അധികാരത്തിലേറി കഴിയുമ്പോൾ, അധികാരം കിട്ടിക്കഴിയുമ്പോൾ അതൊക്കെ ശകാരപദമായിട്ട് ഇവർ തന്നെ എടുത്ത് മറ്റുള്ളവരെ അടിക്കുന്നു. ഈ വാക്കിന്റെ നിഷ്പത്തി മനസ്സിലാവുന്നില്ല. നാറി എന്നുള്ള വാക്ക്, പരനാറി എന്നുള്ള വാക്ക്, ഇതൊക്കെ അറിയാത്ത കവികളും കലാകാരന്മാരും ഒന്നുമല്ല ഇടതുപക്ഷത്തിൽ. ഞാനും അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാളുടെ, തൊഴിലാളിയായിട്ടുള്ളൊരു മനുഷ്യന്റെ മകനാണെന്ന് അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അച്ഛൻ ജീവിതത്തിൽ ആകെ ഒറ്റ തവണ മദ്യപിച്ചിട്ടുള്ളൂ. ഞാൻ ഇന്നലെ ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് സക്കറി അച്ഛനോട് പറയുകയുണ്ടായി. ഇടതുപക്ഷത്തിന് വേണ്ടി വെയിൽ കൊണ്ട് നടന്നിട്ട് ആലുവയിൽ എപ്പോഴും ഇടതുപക്ഷത്തിന്റെ ആളുകൾക്ക് തോൽവി സംഭവിച്ചിരുന്ന കാലം എൻ്റെ ഓർമ്മയായിരുന്നു. അലൂമിനിയം കമ്പനിയിൽ അധ്വാനിച്ച് ഓട്ടയിൽ നിന്ന് ആ പൈസ കൊണ്ട് ഞങ്ങൾ 5 മക്കളെ വളർത്തിയിരുന്ന ഒരു മനുഷ്യൻ, ആണത്തത്തിന് ഒരു കുറവും ഉണ്ടാവാത്ത ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരിക്കലും മദ്യപിച്ചിരുന്നു. പക്ഷെ അവിടെ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആദ്യമായിട്ട് ഒരു ഇടതുപക്ഷത്തിന്റെ ജില്ലാ കൗൺസിലായിട്ട് ഒരു സ്ത്രീ ജയിച്ചു, ശ്രീലത എന്നവിടെ സ്ത്രീ ജയിച്ചപ്പോൾ അച്ഛൻ പോയി തന്നെ 2 അടിച്ചിട്ട് വന്നു. സന്തോഷത്തോടെ അച്ഛനെ ചിരിച്ചു കണ്ടു. അപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു, അച്ഛൻ കുടിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. വലിയ വാർത്തയാണ്, അച്ഛൻ കുടിച്ചു. ഇളയ മകനായതുകൊണ്ട് ഞാൻ സ്നേഹത്തോട് അച്ഛനോട് ചോദിച്ചു, അച്ഛൻ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇന്നല്ലെങ്കിൽ പിന്നെ ഞാൻ എന്നാണ് കുടിക്കുക എന്ന്. തൻ്റെ പുരുഷായുസിൽ മദ്യപിച്ച് സന്തോഷത്തിന് വേണ്ടി മദ്യപിക്കാൻ കണ്ട ഒരേ ഒരു സന്ദർഭം, അത് തൻ്റെ മൂത്ത മകന്റെ ജന്മമല്ല, വിവാഹമല്ല, വീട് താമസമല്ല, മകനെ എമ്മയ്ക്ക് ബസ് സ്റ്റാൻഡ് കിട്ടിയതല്ല, അതൊന്നും വരുന്നില്ല. ഇടതുപക്ഷത്തിന്റെ ഒരാൾ ജയിച്ചു, ഞാൻ വെയിൽ കൊണ്ടിട്ട്. അങ്ങനെ മരിച്ചുപോയ ആയിരക്കണക്കിന് 10,000-കണക്കിന് മഹാമനുഷ്യർ, അവരെ ഞാൻ മഹാമനുഷ്യർ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചില്ലുപടങ്ങളിൽ വരുന്ന ആളുകൾ മാത്രമല്ല മഹാമനുഷ്യർ. സുഭാഷ് ചന്ദ്ര ബോസ് മഹാനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അല്ലെങ്കിൽ ധരിച്ചിട്ട് കുട്ടിക്കാലത്ത് സുഭാഷ് ചന്ദ്ര എന്നുള്ള പേര് കരഞ്ഞു വാങ്ങിച്ച ഒരാളാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. 5 വയസ്സിൽ സുരേഷ് കുമാർ എന്നാണ് എൻ്റെ അച്ഛനമ്മയുടെ, പാവപ്പെട്ട അച്ഛനമ്മയുടെ പേര്. അത് ചുമരിലെ ഗാന്ധിയുടെയും നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ചിത്രങ്ങളോടൊപ്പം അച്ഛൻ ആദരവോടെ കോൺഗ്രസ് എന്ന് സാങ്കേതികമായിട്ട് പറയാവുന്ന മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ചിത്രങ്ങൾ തൂക്കിയിട്ട്, അപ്പം അതാരാണെന്നുള്ള ചോദ്യത്തിന് എളുപ്പത്തിൽ പറയാവുന്ന മറുപടി മഹാനാണെന്നുള്ളതാണ്. ഈ മഹത്വത്തിൻ്റെ ലക്ഷണം എന്ന് വെച്ചാൽ ചില്ലുപടം ആകുന്നതാണെന്ന് ധരിച്ച ഒരാൾ, പൂത്തിയ നെഹ്റുവിനെയും വടിപിടിച്ച് ഗാന്ധിയെയും ഇഷ്ടമില്ലാത്ത ഒരു കുട്ടി എനിക്ക് സുഭാഷ് ചന്ദ്രൻ എന്ന പേര് വേണമെന്ന് കരഞ്ഞിട്ട് ആണ് എനിക്ക് അച്ഛൻ സ്കൂളിൽ ചെന്നപ്പോൾ എൻ്റെ അന്നത്തെ ഹെഡ് മാസ്റ്റർ അന്ന് സുഭാഷ് ചന്ദ്ര ബോസകനി വലുതാകുമ്പോൾ ആയിക്കോളും സുഭാഷ് ചന്ദ്രൻ എന്ന പേരിലാണ് വിട്ടത്. ഇന്ന് ഞാൻ എവിടെയെങ്കിലും പറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ, പക്ഷെ എന്നേക്കാൾ എത്രയോ മഹത്വം നിറഞ്ഞ ആളായിരുന്നു എൻ്റെ അച്ഛൻ എന്ന് ഞാൻ വിചാരിക്കും. ആവശ്യത്തിനും അനാവശ്യത്തിനും കുടിക്കുന്ന തീവ്രയായിട്ടുള്ള ഈ മകനേക്കാൾ എത്രയോ മഹാനായിട്ടുള്ള ആളാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു നേതാവ് ചെറിയൊരു ലൊക്കാലിറ്റിയിൽ ജയിച്ചപ്പോൾ മദ്യപിക്കാൻ ഒരു ദിവസം തെരഞ്ഞെടുത്തവരാണ് എന്ന് ഞാൻ വിചാരിക്കും. ഈ ഒരു ബോധം, അച്ഛനെക്കുറിച്ചുള്ള ബോധം, അമ്മയെക്കുറിച്ചുള്ള ബോധം, ഭാഷയെക്കുറിച്ചുള്ള ബോധം, ഗുരുക്കന്മാരെ പറ്റിയുള്ള ബോധം, നമ്മുടെ ഭാഷയ്ക്ക് അന്തസ്സുണ്ട് എന്ന് വിചാരിക്കാനുള്ള ബോധം, മനുഷ്യനാകും വിവർത്തനം ചെയ്ത് ഹാർപ്പർ കോളിൻസും പെൻഗിനും അയച്ചു കൊടുത്ത് കാത്തിരുന്നപ്പോൾ ഒരു കത്തയച്ചു. 2 പേരും അത് സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അതിന് റോയൽറ്റി അഡ്വാൻസ് വേണം. അപ്പോൾ അവർക്ക് വിസ്മയം, അങ്ങനെ പ്രാദേശിക ഭാഷയിൽ നിന്ന് ഒരാളും ഞാൻ ചോദിക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല. കാരണം വിറ്റ് പോകുന്ന ഉറപ്പുള്ളതിന് മാത്രമേ റോയൽറ്റി അഡ്വാൻസ് കൊടുക്കുള്ളൂ. അപ്പോൾ 2 പേർക്ക് ഞാൻ കത്തെഴുതി കൂടുതൽ പൈസ തരുന്ന ആൾക്കേ പുസ്തകം തരുള്ളൂ.
അത് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ ഭയങ്കര അഹങ്കാരിയായിട്ട് വിചാരിച്ചു. മലയാളത്തിൽ എഴുതുന്നൊരു നോവലിന്, നമ്മുടെ പാവം മലയാളം എഴുതുന്ന ഒരു പുസ്തകത്തിന് എങ്ങനെ നിങ്ങൾക്ക് റോയൽറ്റി അഡ്വാൻസ് ഹാർപ്പർ കോളിൻസും പെൻഗ്വിനും പോലുള്ള വലിയൊരു സ്ഥാപനത്തിൽ ചോദിക്കാൻ ധൈര്യമാണ്? ഞങ്ങൾ ധൈര്യം എന്നല്ല അതിൻ്റെ പേര് അഭിമാനം എന്നാണ്. കുമാരനാശൻ അത് പണ്ട് പറഞ്ഞിരുന്നു. എൻ്റെ കവിതകൾ വായിക്കുവാൻ വേണ്ടി വിദേശികൾ മലയാള ഭാഷ പഠിക്കുന്ന ഒരു കാലം വരും എന്ന് കുമാരനാശൻ പണ്ട് അഭിമാനത്തോടെ പറഞ്ഞിരുന്നു. അന്നും പരിഹസിക്കപ്പെട്ടിട്ടുണ്ടാകും. അന്നത്തെ സവർണരെ ഒരുപക്ഷെ അങ്ങനെയൊക്കെ പറയാറായ ഒരു ചോൻ എന്നും ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാകും, ഒരു ഈഴവൻ പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് ഒരു 70-80 കൊല്ലം മുമ്പ്. പക്ഷെ നമ്മുടെ മലയാളത്തിന് അതിൻ്റെ സൗന്ദര്യമുണ്ട്, അതിൻ്റെ ശക്തിയുണ്ട്. ലോകത്തിൽ എവിടെ കൊണ്ട് പ്രദർശിപ്പിച്ചാലും എഴുന്നേറ്റ് നിൽക്കാൻ, തലയുയർത്തി നിൽക്കാനുള്ള കെൽപ്പ് നമ്മുടെ ഭാഷയ്ക്ക്. ആ അന്തസ്സിൻ്റെ പേര് ആണ് അഹങ്കാരം എങ്കിൽ അഹങ്കാരിയായി ഇരിക്കുവാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എന്നെ ക്ഷണിച്ച ഈ മഹാത്മാക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെ വന്ന് കാണുവാനും നിങ്ങളോട് എൻ്റെ അധികമൊന്നും പക്വതയില്ലാത്ത മനസ്സിൽ തോന്നിയ ചില വിചാരങ്ങൾ സംസാര രൂപത്തിൽ അവതരിപ്പിക്കുവാൻ കഴിയുന്നതിനുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.